അസ്സാം വലൈക്കും. ഹലോ, നമസ്കാരം. ഇന്ന് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് മലയാളത്തിലാണ്. നിങ്ങൾക്കറിയാലോ, ഞങ്ങൾ സാറ്റ്ക ഫേസ് 2 ഇംപ്ലിമെൻറ്റേഷൻ തുടങ്ങിയതിന് ശേഷം ഞങ്ങളിപ്പോൾ നൂറുകണക്കിന് ഒരു പക്ഷേ 1000-ന് മുകളിൽ ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിഞ്ഞു. ആ സമയത്ത് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങൾക്കറിയാലോ, സൗദി അറേബ്യയിലുള്ള ഇഷ്ടംപോലെ ബിസിനസ്സുകാർ മലയാളികളാണ്, പ്രത്യേകിച്ച് ചെറുകിട ബിസിനസ്സുകാർ. ദുബായിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബഹ്റൈനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുക, എന്നിട്ട് സൗദി അറേബ്യയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുക. വിവിധ രാജ്യങ്ങളിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, ബ്രിട്ടനിൽ നിന്നൊക്കെ സാധനങ്ങൾ ഇമ്പോർട്ടും ചൈനയിൽ നിന്ന് പ്രത്യേകിച്ചും ഒരുപാട് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ചെറുകിട മാനുഫാക്ചേഴ്സ് പല കമ്പോണൻസും പല സ്ഥലത്തുനിന്നും ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം സൗദി അറേബ്യയിൽ ബിൽഡ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ റീറ്റെയിലിൽ ഇഷ്ടം പോലെ ആൾക്കാർ, നിങ്ങൾക്ക് അറിയേണ്ട അതിൽ സംശയമില്ല. അപ്പം അത്രയും മലയാളികൾ ഉള്ള ഒരു കമ്മ്യൂണിറ്റി, ഒരു രാജ്യം എന്നുള്ള ആൾക്ക് മലയാളത്തിൽ ഒരു സാറ്റ്ക ഫേസ് 2 ഇംപ്ലിമെൻറ്റേഷൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഇങ്ങനെ കുറേ കാലമായിട്ട് നമ്മുടെ ക്ലയൻറ്റ്സ് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അവർക്ക് അവരുടെ ഫ്രണ്ട്സിന് വിശദീകരിച്ചു കൊടുക്കാനും, ഓൾറെഡി ചെയ്ത ആൾക്കാരാണെങ്കിൽ അവരുടെ ഫ്രണ്ട്സിന് വിശദീകരിച്ചു കൊടുക്കാനോ, അല്ലെങ്കിൽ ഇതുവരെ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് സ്വയം മനസ്സിലാക്കാനോ ഒക്കെ കൂടിയായിട്ട് ഈ സാറ്റ്ക ഇംപ്ലിമെൻറ്റേഷൻ എന്താണ്, അത് എന്തിനാണ്, ആർക്കാണ്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറേ കാലമായിട്ട് നമ്മൾ ആഗ്രഹമാണ്. ഇപ്പോഴാണ് അതിനുള്ള ചാൻസ് കിട്ടിയത്. കാരണം നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഒരുപാട് ഫേസ് കഴിഞ്ഞ്, അപ്പം ഒരുപാട് ആൾക്കാർ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇനി വരാനുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അല്ലാതെ ഇപ്പോഴുള്ള ആൾക്കാരും അവരുടെ സോഫ്റ്റ്വെയർ മാറുന്നുണ്ടോ, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ കുറച്ചുകൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആക്കണം, ആ രീതിയിലുള്ള ആഗ്രഹങ്ങളുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് സാറ്റ്ക ഫേസ് 2? സാറ്റ്ക ഫേസ് 2 നിങ്ങൾക്കറിയാം, ഓൾറെഡി സാറ്റ്ക ഫേസ് 1 ഉണ്ടായിരുന്നു ആദ്യം. സാറ്റ്ക ഫേസ് 1 ഇതിൽ നിങ്ങൾക്ക് സാറ്റ്കയുടെ സൈറ്റുണ്ട്, അതിൽ വേവ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, സാറ്റ്ക വേവ്സ്. ഇതിൽ ഈ വേവ് 1, ഫേസ് 1, ഫേസ് 2, ഈ 2 ഫേസാണ് സാറ്റ്ക പറയുന്നത്. ഇനി മൂന്നാമത്തെ ഫേസ് ഉണ്ടാവുമെന്ന് അറിയില്ല. ഫേസ് 1 ഓൾറെഡി എല്ലാവരും ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് സിമ്പിൾ QR കോഡ് ഇൻവോയ്സിൻ്റെ മുകളിൽ പ്രിൻറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു. അതിനുശേഷം നമ്മൾ ടാക്സ്, ആ കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ടാക്സ് പേ ചെയ്യുക. അതാണ് ഫേസ് 1. അതെല്ലാവരും ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് 2021 തുടങ്ങിയതാണ്. അത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പക്ഷേ അത് ഫേസ് 2 ഘട്ടം ഘട്ടമായാണ് നടപ്പാക്കുന്നത്. അത് ഇനിയിപ്പോൾ ഒരു ഫേസ് 3 ഭാവിയിൽ വരാനുണ്ട്. അതിൻ്റെ ഡേറ്റ് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. അത് വരുന്ന സമയത്ത് ഞങ്ങളുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യും. ഞങ്ങളുടെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഈ ERP നെക്സ്റ്റാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ ക്ലൗഡിയൻ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ ഇവിടെ വളരെ പോപ്പുലറാണ് ERP നെക്സ്റ്റ്. വളരെ പോപ്പുലർ എന്ന് വെച്ചാൽ മിക്കവാറും പുതിയ ഇംപ്ലിമെൻറ്റേഷൻ മുഴുവൻ ERP നെക്സ്റ്റിലൂടെയാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഇമ്പോർട്ടേഴ്സിൻ്റെ, എക്സ്പോർട്ടേഴ്സ്, മാനുഫാക്ചറിങ്, അത് പ്രത്യേകിച്ച്. അത് ജസ്റ്റ് ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ അല്ല, അതൊരു കംപ്ലീറ്റ് ERP സോഫ്റ്റ്വെയർ ആണ്. അത് ഞങ്ങൾ വിശദീകരിക്കും പിന്നീട്. ഇപ്പം അത് കൂടി കോമ്പാറ്റബിൾ ആയിരിക്കും. ഇനി ഫേസ് 2 തുടങ്ങിയത് നിങ്ങൾക്കറിയാവുന്ന പോലെ 2023 ജനുവരിയിലാണ്. ആ സമയത്ത് ഏറ്റവും റിച്ച് കമ്പനികൾ എന്ന് വെച്ചാൽ 30 മില്യൺ, മോർ ദാൻ 30 മില്യൺ ഇംപ്ലിമെൻറ്റേഷൻ. ആക്ച്വലി ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ ബില്യൺസിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ലിസ്റ്റിൽ ഇപ്പോൾ കാണാനില്ല. അത് കുറച്ച് മുമ്പായിരുന്നു. ഡെഡ് ലൈൻ പാസ് ചെയ്ത ആൾക്കാരാണ്. അവർക്ക് ബില്യൺ, പിന്നെ $500 million അങ്ങനെ പറഞ്ഞ് ഈ കൊല്ലം മുതൽ നമ്മൾ ചെയ്യുന്നത് 2024 ഡിസംബറിൽ 25 മില്യനാണ്. ഈ 25 മില്യൺ 30 മില്യൺ എന്ന് പറയുമ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അത് പല ആൾക്കാരും സംശയമായിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. ഇത് ടേൺ ഓവറാണ്, പ്രോഫിറ്റ് അല്ല. ഏത് കൊല്ലത്തെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2025ആണ്. ഇപ്പോൾ 2025 പ്രോഫിറ്റ് ടേൺ ഓവർ അല്ല ഇവർ പറയുന്നത്. ഇതിൻ്റെ മാനദണ്ഡമായിട്ട് എടുക്കുന്നത് 2024, 2021 കഴിഞ്ഞ കൊല്ലത്തെ, അതിന് മുമ്പിലത്തെ കൊല്ലത്തെയോ നിങ്ങൾ ഈ എമൗണ്ട് നിങ്ങളുടെ ടേൺ ഓവറിൽ, വാർഷിക ടേൺ ഓവറിൽ, അത് പ്രത്യേകം കണക്കാക്കണം. വാർഷിക ടേൺ ഓവറിൽ 30 മില്യൺ എക്സീഡ് ചെയ്ത കമ്പനിയാണെങ്കിൽ നിങ്ങൾ ഫേസ് 2 ചെയ്യണം. അപ്പം ഫേസ് 2 ചെയ്യേണ്ട കാറ്റഗറിയിൽ വരും. അത് 2024 ഡിസംബറിൽ ഈ ഫേസ് കഴിഞ്ഞു.
ഈ കമ്പനികളൊക്കെ ഒന്നെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഇപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞതാണ് മിക്കവാറും. കാരണം ഞങ്ങൾ അന്ന് തുടങ്ങിയതാണ്, ബില്യൻ്റെ ആ ടൈമിൽ തുടങ്ങിയതാണ്. ഇപ്പം ഇതുവരെ കഴിഞ്ഞു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ളത് 7 മില്യൺ വരെയുള്ള കമ്പനികളാണ്. മാർച്ച് 21 വരെ കഴിഞ്ഞു. ഇനി ഏപ്രിൽ 30-ൻ്റെ ഉള്ളിൽ 5 മില്യൺ വാർഷിക ടേൺ ഓവർ ഉള്ളവർ ചെയ്യണം. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക, 5 മില്യൺ വാർഷിക ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഈ കൊല്ലമല്ല, 2024-ലോ 2023-ലോ ടോട്ടൽ വാർഷിക ടേൺ ഓവർ 5 മില്യൺ ഉള്ളവർ ഇപ്പോൾ ഏപ്രിൽ 30-ൻ്റെ ഉള്ളിൽ അവരുടെ ഫേസ് 2 കംപ്ലീറ്റ് ചെയ്യണം. അതാണ്. പിന്നെ ഇതേപോലെ തന്നെ കഴിഞ്ഞ പോലത്തെ 4 മില്യനോ 3 മില്യനോ ആണെങ്കിൽ മെയ്യിൽ ജൂണിൽ ഓക്കെ അങ്ങനെ വന്നിട്ട് ഈ കൊല്ലം ഡിസംബർ ആവുന്നതിന് മുമ്പ് കൊല്ലത്തിൽ 1 മില്യൺ ടേൺ ഓവർ കഴിഞ്ഞ കൊല്ലമുള്ള ആൾക്കാർ ഡിസംബർ 31 വരെ ഫിനിഷ് ചെയ്യണം. അത് ആക്ച്വലി സ്മോൾ ബിസിനസ്സാണ്. കാരണം നിങ്ങൾക്കറിയാം, സൗദി അറേബ്യയിൽ 1 മില്യൺ ടേൺ ഓവർ ആണെങ്കിൽ വലിയ ബിസിനസ്സും വേണ്ട. വളരെ ചെറിയ സ്മോൾ ബിസിനസ് പോലും 1 മില്യൺ ടേൺ ഓവർ ഉള്ളതാണ്. അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തോടുകൂടി ബാക്കി അഡീഷണൽ വേവ്സ് വിൽ ബി അനൗൺസ്ഡ് എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാവരും തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ മൊത്തം എല്ലാവരും സാറ്റ്ക ഫേസ് 2 ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഇതിൽ പഴയ കമ്പനികളും പുതിയ കമ്പനികൾ തുടങ്ങുകയാണെങ്കിലും അവരും ആ സമയത്ത് അതിനും വേണ്ടി വരും. അതാണ് സാറ്റ്ക ഫേസ് 2 ഇംപ്ലിമെൻറ്റേഷൻ്റെ റോൾ ഔട്ട് എന്ന് പറയുന്നത്. അത് ഈ റോൾ ഔട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പണ്ട് കുറേ പല സോഫ്റ്റ്വെയർ എല്ലാവർക്കും ഉണ്ടാവും. ഇ ആർ പി സോഫ്റ്റ്വെയർ ഇല്ലാത്തവരുണ്ടാവും, ഇ ആർ പി സോഫ്റ്റ്വെയർ ഉള്ളവരുണ്ടാവും. പക്ഷേ പലതും അതിന് കോമ്പാറ്റബിൾ ആയിരിക്കില്ല. പലതും കോമ്പാറ്റബിൾ ഉള്ളവർ തന്നെ ഫേസ് 2-ന് കോമ്പാറ്റബിൾ ആയിരിക്കില്ല. പിന്നെ അത് ഫേസ് 3 വന്നാൽ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ആയിരിക്കില്ല. അങ്ങനെ പറഞ്ഞിട്ട് പല സോഫ്റ്റ്വെയറും പല ആൾക്കാരും റിമൂവ് ചെയ്യുന്നുണ്ട്, ചിലർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ആണ് ഇ ആർ പി നെക്സ്റ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നമ്മുടെ പിക്ചറിലേക്ക് വരുന്നത്. ഇ ആർ പി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ വളരെ പോപ്പുലർ സോഫ്റ്റ്വെയറാണ്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറാണ്. സൗദി അറേബ്യയിലെ പുതിയ ഇംപ്ലിമെൻറ്റേഷനിൽ നല്ലൊരു ശതമാനം ഇ ആർ പി നെക്സ്റ്റാണ്, ഇൻഫാക്റ്റ് വേൾഡ് വൈഡ്. പക്ഷേ സൗദി അറേബ്യക്ക് വേണ്ടിയിട്ട് വളരെ സ്പെഷ്യലൈസ്ഡ് സാറ്റ്കക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്തതാണ്. അത് ഇ ആർ പി ഗൾഫ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ കമ്പനിയാണ്, ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഹോസ്റ്റിംഗ് പ്രൊവൈഡറാണ് ഞങ്ങൾക്ക് ജിദ്ദ റിയാദിൽ ഹോസ്റ്റിംഗ് ഉണ്ട്. ഒറാക്കിൾ എന്ന് പറഞ്ഞിട്ട് ഡാറ്റ ഹോസ്റ്റിംഗ് കമ്പനിയായിട്ട് വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. സോ ഞങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ അത് ബിൽഡ് ചെയ്യാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇത് ഈ ഹോസ്റ്റിംഗ് ഇത് വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും ചെറിയ കമ്പനിയൊക്കെ ഉള്ളൂ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആണ് അതിൻ്റെ പ്രൈസിങ്. അത് നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ ഉണ്ട്. ഞങ്ങളിപ്പോൾ റമദാൻ ആ പ്രൊമോഷൻ കഴിഞ്ഞിട്ടില്ല, ഡിസ്കൗണ്ട് കൂപ്പൺ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിലേക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ ഒരു ഫ്രീ ഇ ആർ പി നെക്സ്റ്റ് ഇൻസ്റ്റൻസ് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മാസം 2 മാസമോ അല്ലെങ്കിൽ 3 മാസമോ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അതും പ്രൈസ് അതിന് ശേഷമുള്ള മന്ത്ലി സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഇയർലി സബ്സ്ക്രിപ്ഷൻ പ്രൈസും വളരെ കുറവാണ്. ജസ്റ്റ് ഒന്നുകിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിലേക്ക് ഇമെയിൽ ചെയ്യുക. ഞങ്ങൾ റിമോട്ട് എടുത്തിട്ട് നിങ്ങൾ ഓൺ ബോർഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അത് പറഞ്ഞതിൻ്റെ കൂടെ പറയാനുള്ളത് എങ്ങനെയാണ് വാട്ട് സാറ്റ്ക ആൻഡ് വൂ നീഡ് ഇറ്റ്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. കഴിഞ്ഞ കൊല്ലം 1 മില്യൺ വരെ ടേൺ ഓവറുള്ള ആൾക്കാർ ഇക്കൊല്ലം അവസാനമാകുന്നതിന് മുമ്പേ സാറ്റ്ക ഫേസ് 2-ൽ എൻറോൾ ചെയ്യണം. അപ്പോൾ ഇനി എങ്ങനെയാണത് എൻറോൾ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾക്ക് ഓൾറെഡി fatura.satka.government.qa ഈ പോർട്ടലിൽ ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. മിക്കവാറും എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും കമ്പനിയിൽ. കാരണം അത് ടാക്സേഷനായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കമ്പനിക്കുള്ള ഒരു പ്രൊവിഷനാണ്, ഒരു പോർട്ടലാണിത്. ഈ fatura.satka ഇതിലേക്ക് വെച്ചാൽ ഇത് വേറെ ഒരു ലിങ്കിലേക്ക് ഫോർവേഡ് ചെയ്യും. അപ്പം ആ ലിങ്കിൽ നമ്മൾ ഇതിന് മുമ്പുള്ള വാറ്റ് നമ്പറും നിങ്ങളുടെ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളുടെ വാറ്റ് നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്താൽ ഞാനിവിടെ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു OTP ചോദിക്കും. ഈ OTP ആയിരിക്കും ഉണ്ടാകുക. ഈ OTP കൊടുത്തു കഴിഞ്ഞാൽ ഈ OTP വരിക നിങ്ങളുടെ ഓതറൈസേഷനുള്ള ആൾക്കാർക്കായിരിക്കും. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും, നിങ്ങൾ ചെയ്യുന്നതായിരിക്കും സാധാരണ. ആ OTP വന്നു കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ
ഇതുപോലത്തെ ഒരു പേജിലേക്കാണ് ഇത് പിന്നെ വരിക. ഈ പേജിലേക്കാണ് വരിക. ഈ പേജിൽ മുകളിൽ ഫത്തൂറ സിമുലേഷൻ പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരിതുണ്ടാവും. ഒന്നുകിൽ അത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇത് അങ്ങനെ തന്നെ പ്രൊസീഡ് ചെയ്യാം. ഞാൻ അതിൻ്റെ ഫത്തൂറ സിമുലേഷൻ പോർട്ടൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിൽ 3 തരത്തിലുള്ള പോർട്ടൽസ് ഉണ്ട്. ഒന്ന് സാൻഡ് ബോക്സ് എന്ന് പറയും, പിന്നെ ഒന്ന് സിമുലേഷൻ എന്ന് പറയും, പിന്നെ ഒന്ന് പ്രൊഡക്ഷൻ എന്ന് പറയും. ഈ സാൻഡ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഇത് പ്രോഗ്രാമേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഇത് ഉപയോഗിക്കേണ്ടി വരില്ല. ഒരു ബിസിനസ് ഓണർ എന്നുള്ള അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ഈ സാൻഡ് ബോക്സ് ഒരിക്കലും യൂസ് ചെയ്യേണ്ടി വരില്ല. ഈ സിമുലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം സാറ്റ്ക ഫേസ് 2 സ്റ്റാർട്ട് ചെയ്യുകയാണ്. സാറ്റ്ക ഫേസ് 2 സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ നിങ്ങൾ ചിലപ്പം കുറേ മിസ്റ്റേക്കൊക്കെ വരുത്തും. കാരണം പല കാര്യങ്ങളും പ്രോപ്പറായിരിക്കില്ല. ചിലപ്പോൾ സിസ്റ്റം ടെസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. അങ്ങനെ പല കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ആ സമയത്ത് നിങ്ങൾ കുറേ മിസ്റ്റേക്കുകൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആ സമയത്ത് ഒരു സിമുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ സിമുലേഷൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് യു ക്യാൻ സബ്മിറ്റ് എവറിത്തിങ്, യു ക്യാൻ ഡു എനിത്തിങ് ലൈക്ക് ഇൻ പ്രൊഡക്ഷൻ. എന്ന് വെച്ചാൽ പ്രൊഡക്ഷനിലുള്ള അതേപോലെ എല്ലാ സംഗതിയും സിമുലേഷനിൽ ചെയ്യാൻ പറ്റും. ബട്ട് എവറിത്തിങ് ക്യാൻ ബി ഡൺ, ബട്ട് ഇറ്റ്സ് നോട്ട് അക്കൗണ്ടഡ്. ഓക്കെ, അക്കൗണ്ടഡ് അതിൻ്റെ മീനിങ്, നിങ്ങൾക്ക് ഒരു ആക്ച്വൽ സബ്മിഷൻ മാതിരി എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ അത് നിങ്ങളുടെ ലീഗലി നിങ്ങൾക്ക് അതിൽ ഒരിതില്ല. അത് ഒരു ടെസ്റ്റ് പോലെയുള്ള ഒരു സെർവറിലേക്കാണ് സാറ്റ്കയുടെ പോവുക. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടാക്സ് ലീഗൽ ഒബ്ലിഗേഷൻസ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. സിമുലേഷൻ അത് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ സിസ്റ്റം റെഡിയാകുന്ന ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പ്രൊഡക്ഷൻ എന്ന് പറയും. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിലാണ് ഇത് ആക്ച്വൽ സാറ്റ്ക ഇൻവോയ്സിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാതെ. ഇൻവോയ്സിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു ഇൻവോയ്സിൻ്റെ ഒരു കോപ്പി സാറ്റ്കയിലേക്ക് പോകും. സിമ്പിൾ. നമ്മൾ ഒരു ഇൻവോയ്സ് ചെയ്യും. അപ്പം ഫ്യൂച്ചറിൽ അവർ അതിൻ്റെ ഒരു കോപ്പി അതിൻ്റെ ഒരു ടാലി എടുക്കും. നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ടാക്സും നിങ്ങൾ ഇതിലേക്ക് സെൻഡ് ചെയ്ത ടാക്സും കറക്റ്റാണെന്നോ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ടാക്സ് സബ്മിഷന് വേണ്ടിയിട്ടാണ് ഈ ഇൻവോയ്സിങ്. ടാക്സ് സബ്മിഷന് വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് QR കോഡ് ഉണ്ടാവും. ആ QR കോഡിൽ നിങ്ങൾ ഇൻവോയ്സ് കൊടുക്കുന്ന ആൾക്ക് അത് സ്കാൻ ചെയ്തിട്ട് അതെടുക്കാൻ പറ്റും. അതിനാണ് ഈ പ്രൊഡക്ഷൻ സൈറ്റിലുണ്ടാകുക. അപ്പോൾ 3 ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ പോർട്ടൽ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഇവിടെ സിമുലേഷൻ പോർട്ടൽ എന്നാണ്. ഇത് ട്രൈ ഇറ്റ് ഔട്ട് എന്ന് അവർ എഴുതിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാവരും ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഇത് വെച്ചിട്ട് ചെയ്യും. അപ്പം പൂർണ്ണമായിട്ടും പ്രിപ്പയർ ആകുന്നതിന് മുമ്പേ ഈ പോർട്ടൽ വെച്ചിട്ട്, ഈ പോർട്ടലിൽ കയറിയാലും ഇതുപോലെ തന്നെയുള്ളൊരു സ്ക്രീനാണ് വരിക. ഇതിപ്പോൾ പ്രൊഡക്ഷൻ പോർട്ടലാണ്. ഈ പോർട്ടലിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, ഇതിൽ ഓൺ ബോർഡ് ന്യൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിലൊരു ഓപ്ഷൻ ഉണ്ട്. ഓൺ ബോർഡ് ന്യൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ സർവർ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഈ ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ്, നോർമലി ഇറ്റ്സ് ക്ലൗഡ് സർവർ. ഞങ്ങളുടെയൊക്കെ ക്ലൗഡ് സർവറാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതെങ്കിൽ ആ ക്ലൗഡ് സർവറിൻ്റെ ഡീറ്റെയിൽസ്, ക്ലൗഡ് സർവറാണ് ഇത് വരിക. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സർവർ പറ്റും. മിക്കവാറും വലിയ കമ്പനികളൊക്കെ, ഞങ്ങൾ ഇതുവരെ ചെയ്തൊക്കെ വലിയ കമ്പനികൾക്കൊക്കെ ദമാമിലൊരു സർവർ ഉണ്ടാവും, റിയാദിലൊന്നുണ്ടാവും, അൽഹസലിനുണ്ടാവും, പിന്നെ ജിദ്ദയിലുണ്ടാവും, മക്കയിൽ മദീനയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പല സർവർ ഉണ്ടാവും. പക്ഷേ സാധാരണ ഒരു സ്മോൾ ബിസിനസ് എന്നാൽ നിങ്ങളുടെ ഒരു സ്മോൾ ബിസിനസ് നമ്മളിപ്പോൾ അഡ്രസ്സ് ചെയ്യുന്ന അടുത്ത വേവിലേക്ക് വരാൻ പോകുന്ന കമ്പനികൾ, മിക്കവാറും ഇമ്പോർട്ടും ഒക്കെ ചെയ്യേണ്ട കമ്പനികൾ അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ മാനുഫാക്ചേഴ്സ്, അവർക്ക് ഒരു സർവർ ഉണ്ടാവുള്ളൂ, ഒരു ക്ലൗഡ് സർവറാണ് ഉണ്ടാകുക. ആ സർവർ അപ്പോൾ ഇതിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ അതിൻ്റെ ഒരു മിനിറ്റ്, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു OTP, ഒരു സർവറിന് ഒരു OTP വെച്ചിട്ടാണ് ജനറേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ അപ് ടു 100 ഒരു ടൈമിൽ ജനറേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളൊരു വലിയൊരു ബിസിനസ്സാണെന്ന് വെച്ചോ ഇപ്പം, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സർവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര സർവേഴ്സ് ഉണ്ട് അത്ര ഇതിൽ ലോഡ് ചെയ്യാം. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ മാതിരി ഒരു സർവറാണെങ്കിൽ ജസ്റ്റ് 1 എടുക്കുക, അപ്പോൾ ഒരു OTP നിങ്ങൾക്ക് കിട്ടും. ഓക്കെ,
ഞാനിപ്പോൾ അഞ്ച് അഞ്ച് ഒ 3 OTP ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ഇത് ഈ ഒ ടി പി 1 മണിക്കൂറിനുള്ളിൽ ഉപയോഗിക്കണമെന്നാണ് കണക്ക്. 1 മണിക്കൂറിനുള്ളിൽ ഈ OTP ഉപയോഗിച്ചിട്ട് നമ്മുടെ സർവർ എൻറോൾ ചെയ്യണം. നമ്മുടെ സർവറിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് OTP, വേറൊന്നുമല്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ OTP ഉണ്ടാകുക. അപ്പോൾ നമ്മുടെ സർവർ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, നമ്മുടെ സർവർ ആദ്യം നമ്മൾ ബിൽഡ് ചെയ്യണം. നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടാവും ഒരു സർവർ, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഈ സൈറ്റിൽ കയറിയിട്ട് ഒരു സർവർ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ഒരുപാട് ERP നെക്സ്റ്റിൻ്റെ പ്രൊവൈഡേഴ്സ് ഉണ്ട്. സോ ഇതിൽ കയറിയിട്ട് ഇതിൽ ബിൽഡ് യുവർ സർവർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ സർവർ എടുത്തിട്ട് എന്നിട്ട് ഇതിൽ നിന്ന് നിങ്ങളുടെ ഒരു ERP ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൽ എത്ര CPU, ഇതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ഇത് ഏത് സമയത്ത് വേണേൽ അപ്ഗ്രേഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് മിനിമം എടുത്താൽ മതി. അതിൽ എത്ര നിങ്ങളുടെ കമ്പനിയുടെ വലിപ്പവും കാര്യങ്ങളും അനുസരിച്ചിട്ട് എത്ര ഇൻവോയ്സ് ഒരേ സമയം ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്ന അനുസരിച്ചിട്ട് ഒരു സർവർ ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രൈസ് ഇവിടെ കാണിക്കും. ഈ പ്രൈസ് പക്ഷേ ഇത് ഞങ്ങളൊരു ഡിസ്കൗണ്ട് കൂപ്പൺ ഇവിടെ തരും. ഞങ്ങൾക്ക് ഇമെയിൽ ചെയ്യുമോ, ഞങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക, ഞങ്ങളൊരു കൂപ്പൺ തരും. ആ കൂപ്പൺ ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യേണ്ടി വരില്ല. യു ക്യാൻ ജസ്റ്റ് വിത്തൗട്ട് ദാറ്റ് യു ക്യാൻ ക്രിയേറ്റ് വൺ ഓപ്ഷൻ. ഇത് ക്രിയേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇത് ഒരു സർവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യും. ജസ്റ്റ് സിമ്പിൾ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് അത് എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടതെന്നുള്ള അതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ. ഇതിപ്പോൾ ക്രെഡിറ്റ് കാർഡ് ചോദിക്കുന്നത് അതിൻ്റെ പിന്നെ ഞങ്ങൾ കൂപ്പൺ കൊടുക്കാത്തതുകൊണ്ടാണ്. എനിവേ, അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സൈറ്റ് കിട്ടും. ഇതാണ് ERP നെക്സ്റ്റിൻ്റെ സൈറ്റ്. ഇത് സ്റ്റാൻഡേർഡ് സൈറ്റാണ്. ഇത് നമ്മൾ പലർക്കും വേണ്ടി കസ്റ്റമേഴ്സും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സൈറ്റ്. ഇതിൽ എല്ലാ മോഡ്യൂൾസും ഉണ്ട്. മാനുഫാക്ചറിങ് ഉണ്ട്, ബൈയിങ് റീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്, പിന്നെ മൾട്ടി കറൻസി ഉണ്ട്, അക്കൗണ്ടിങ് കംപ്ലീറ്റ് ഉണ്ട്, CRM ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇൻ്റഗ്രേഷൻ, ഒരുപാട് ഇൻ്റഗ്രേഷൻ ഉണ്ട്. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലെ ഇൻവോയ്സിങ് ഓഫ് കോഴ്സ് സാറ്റ്ക ഇൻ്റഗ്രേഷൻ ഉണ്ട്, പിന്നെ ബാങ്കുകളായിട്ടുള്ള ഇൻ്റഗ്രേഷൻ, പിന്നെ HRMS മോഡ്യൂൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതുമായിട്ടുള്ള ഇൻ്റഗ്രേഷൻ, പിന്നെ ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള NFIS ഇൻ്റഗ്രേഷൻ, പിന്നെ വാട്സപ്പ് നിങ്ങൾ പിന്നെ സൗദിയിലുള്ള വാട്സപ്പ് പ്രൊവൈഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ളത്, പിന്നെ SMS ഇൻ്റഗ്രേഷൻ, പിന്നെ കോൾ സെൻറ്റേഴ്സ് ഇൻ്റഗ്രേഷൻ, അങ്ങനെ ഒരുപാട്. ഈ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സൗദിയിൽ പുതിയതായിട്ട് എന്ത് ടെക്നോളജി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് അഡോപ്റ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് അത് ഓപ്പൺ സോഴ്സ് ആയിട്ടാണ് നിങ്ങൾക്ക് കാണാം. ഇതിൽ ഞങ്ങളുടെ ഗിറ്റബ്, നിങ്ങൾക്ക് പ്രോഗ്രാമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ ERP ഗൾഫ് എന്ന് പറഞ്ഞിട്ട് ഒരു പോർട്ടലുണ്ട്. ഇതിൽ സൗദി അറേബ്യയിൽ പുതിയ എന്ത് ടെക്നോളജി വരുമ്പോൾ നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം സൗദി അറേബ്യയിൽ ഇപ്പോൾ പുതിയൊരു ക്രെഡിറ്റ് കാർഡ് മെഷീൻ പുതിയൊരു കമ്പനി വന്നു, അപ്പോൾ അതിൻ്റെ ഒരു ഇൻ്റഗ്രേഷൻ വേണ്ടി വരും. ചിലപ്പോൾ GPOS ഞങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് ചെയ്യുന്ന അതിൻ്റെ ഉണ്ട്. പിന്നെ സൗദിയിൽ പുതിയൊരു ഫോണ്ട് ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഈ സൗദി റിയാലിൻ്റെ ഫോണ്ട് വന്നപ്പോൾ അതിൻ്റെ ഫോണ്ട് റിലീസ് ചെയ്ത് ഞങ്ങളാണ്. അങ്ങനെ പറഞ്ഞിട്ട് സൗദി അറേബ്യയിൽ ടെക്നോളജി വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തിട്ട് ടെക്നോളജി ഫീൽഡിൽ എന്തൊക്കെയാണ് ആവശ്യമെന്ന് വെച്ചാൽ അത് നിരന്തരം നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അതിൽ കിട്ടും. നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ എന്ത് റെഗുലേഷൻ ചേഞ്ച് വന്നാലും അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സർവീസ്, കമ്മ്യൂണിക്കേഷൻ സർവീസ്, കോൾ സെൻറ്റർ സർവീസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഷുറൻസ് ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ, ഗോസി, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ ഇതിൽ നിരന്തരം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫെസിലിറ്റി കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ദാറ്റ് ഫേസ് 3 വരുമ്പോൾ അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ഉള്ള സബ്സ്ക്രൈബേഴ്സിനെ ഞങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അത് പിന്നെ അതിന് പ്രത്യേകം വേറൊരു സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്യുകയോ ERP ചേഞ്ച് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് അതുമായിട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി. ഓക്കെ. സോ ഇത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറാണ്. ഇതിനു മുമ്പേ പറഞ്ഞ പോലെ ഇതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറാണ്. ഇത് ഏത് ആൾക്കും ഇംപ്ലിമെൻ്റ് ചെയ്യിക്കാം. പക്ഷേ ഈ നമ്മുടെ ക്ലോഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് സൗദി അറേബ്യക്ക് വേണ്ടിയിട്ട് ഇതിൽ കസ്റ്റമൈസ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. സോ യു വിൽ ബി സേഫ്. ആൻഡ് ഞങ്ങളുടെ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം സൗദി അറേബ്യ നിയമപ്രകാരം നിങ്ങൾ പിന്നെ സൗദി അറേബ്യയുടെ ജിയോഗ്രാഫിക്കലി ഉള്ളിലുള്ള ഒരു ക്ലൗഡ് സർവീസ് തന്നെ എടുക്കണം. അപ്പം ഇപ്പോൾ ഉള്ള ക്ലൗഡ് സർവീസുകളുള്ളത് ഒന്നുകിൽ ദമാം, അല്ലെങ്കിൽ റിയാദ്, അല്ലെങ്കിൽ ജിദ്ദ. അപ്പോൾ ഞങ്ങളുടെ ക്ലൗഡ് സർവീസുകൾ ഞങ്ങൾ ചെയ്യുന്നത് ഒന്നുകിൽ റിയാദ് അല്ലെങ്കിൽ ജിദ്ദ, ഈ 2 സ്ഥലത്താണ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത്.
കാരണം അത് ലീഗലി കോംപ്ലയൻ്റ് അയക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇപ്പം പുറത്ത് ഹോസ്റ്റ് ചെയ്യുക, അമേരിക്ക ഹോസ്റ്റ് ചെയ്യാൻ, യൂറോപ്പ് ഹോസ്റ്റ് ചെയ്യാൻ, ഇന്ത്യ ഹോസ്റ്റ് ചെയ്യാൻ അത് സമ്മതിക്കുന്നില്ല ഇപ്പം ഗവൺമെൻറ്. അത് സ്ട്രിക്റ്റാണ്. അപ്പം ഈ സൗദി അറേബ്യയിൽ ഹോസ്റ്റ് ചെയ്യുന്ന കമ്പനിയിലെ നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോഴാണ് സാറ്റ്ക ഇൻ്റഗ്രേഷൻ അത് ലീഗലി കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം ഈ പോർട്ടൽ വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. പക്ഷേ ERP നെക്സ്റ്റ് നിങ്ങൾ എങ്ങനെയെങ്കിലും ERP നെക്സ്റ്റ് ഉണ്ടെങ്കിലും ഈ സോഫ്റ്റ്വെയർ, ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ഇത് യൂസ് ചെയ്യാൻ പറ്റും, കാരണം ഇത് ഓപ്പൺ സോഴ്സാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന പ്രകാരം നിങ്ങളിപ്പോൾ അവിടുന്ന് ഒരു OTP, ഇവിടെ ഇങ്ങനെ ഒരു OTP ജനറേറ്റ് ചെയ്തു. ഓക്കെ, ഈ OTP ഇവിടെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഇതിൽ ഒരു വിസാർഡുണ്ട്. 2 തരത്തിൽ ചെയ്യാം. ഒന്ന് ഒരു വിസാർഡുണ്ട്, പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് പേജുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഈ വിസാർഡിലേക്ക് പോവാണ്. ഓക്കെ, ഈ വിസാർഡിലേക്ക് പോകുമ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഇത് മൾട്ടിപ്പിൾ കമ്പനി ഉള്ള ഒരു വിസാർഡാണ്. പിന്നെ ഇതിൽ നിങ്ങളുടെ കമ്പനി സെലക്ട് ചെയ്യാൻ ഞാൻ ഇപ്പം ജസ്റ്റ് അതിൻ്റെ ഒരു പേരിന് വേണ്ടി സാറ്റ്ക എന്ന് പറഞ്ഞിട്ടൊരു പേരിട്ടിരിക്കുകയാണ്. അപ്പം സാധാരണ ഇതിൽ നിങ്ങളുടെ കമ്പനിയുടെ പേരായിരിക്കും ഇവിടെ ഉണ്ടാകുക. അത് ആദ്യം കമ്പനി സെറ്റപ്പ് അത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ കമ്പനി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ആദ്യം ഒരു ഇതുണ്ടാകുക, ജസ്റ്റ് അത് ഡീവിയേഷൻ, സോറി. അപ്പോൾ ഇതിൽ നിങ്ങളുടെ കമ്പനിയിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ പേര്, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കും. ഓക്കെ, അതിന് ഞങ്ങൾ വേറൊരു വീഡിയോ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കോപ്പിയിലിട്ടാം. ഇത് ഒരു ERP എങ്ങനെയാണ് ഇനീഷ്യലി സെറ്റപ്പ് ചെയ്യേണ്ടത്, ഒരു സ്മോൾ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു ERP എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോ ഞങ്ങൾ വേറെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഷോ നോട്ടിലിടാം. പക്ഷേ അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിൽ സാറ്റ്ക സെർവർ വിസാർഡിലേക്ക് പോയി. ഈ വിസാർഡിൽ നിങ്ങളുടെ കമ്പനിയുടെ പേര് കൊടുത്തു. ഇതിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിൽ ഓഫ്ലൈൻ ആണോ ഓൺലൈൻ, ഈ ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ്. ഞങ്ങളുടെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ഈ പല കമ്പനികൾക്കും, മിക്കവാറും കമ്പനികൾക്ക് അങ്ങനത്തെ ഒരു ഫീച്ചറിൻ്റെ ആവശ്യമില്ല. കാരണം റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് അധികം ഉള്ള കമ്പനികളല്ല നമ്മുടെ മെയിൻ ടാർഗറ്റ്. ഇതിൽ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഉള്ളവർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇൻ്റർനെറ്റില്ല, ഒരുപാട് പേരിങ്ങനെ ക്യൂവിൽ നിൽക്കുന്ന ഒരു സംവിധാനമാണെങ്കിൽ അവർക്ക് ഓഫ്ലൈൻ POS അവരുടെ ഇൻവോയ്സ് ചെയ്ത് QR കോഡ് അടിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ എപ്പോഴാണ് ഇൻ്റർനെറ്റ് കിട്ടുന്നത് ആ സമയത്ത് ഇൻ്റർനെറ്റിലൂടെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള പിന്നെ ഒരു ഫീച്ചറുണ്ട്. ആ ഫീച്ചർ നിങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾക്ക് എൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇമെയിൽ അയച്ചാൽ ഞങ്ങൾ ആ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് തരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇൻ്റഗ്രേഷൻ ടൈപ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സിമുലേഷൻ, എന്താണ് സാൻഡ് ബോക്സ്, എന്താണ് പ്രൊഡക്ഷൻ. സാൻഡ് ബോക്സ് നിങ്ങൾക്ക് ആവശ്യമില്ല, അത് പ്രോഗ്രാമേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. സിമുലേഷനാണ് നമ്മളിപ്പോൾ സാധാരണ ഇത് ചെയ്യാൻ. കാരണം സിമുലേഷൻ ചെയ്ത് ഒരാഴ്ച ഒരു പ്രശ്നമൊന്നുമില്ലാതെ ഈ സിസ്റ്റം ഒക്കെ സബ്മിറ്റൊക്കെ ആയതിനു ശേഷം പിന്നെ പ്രൊഡക്ഷനിലേക്ക് വന്നാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ സിമുലേഷൻ ചെയ്യും. പക്ഷേ ഈ പർട്ടിക്കുലർ കേസിൽ ഞാൻ സാൻഡ് ബോക്സ് എടുക്കുന്നത് കാരണം എനിക്ക് ഇപ്പം അതിൽ ആ പോർട്ടലിൽ കയറിയിട്ട് OTP ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ ഇതിലൊരു വാറ്റ് നമ്പർ ഉണ്ട്. ആ വാറ്റ് നമ്പർ നിങ്ങളിവിടെ കൊടുക്കണം. ഇത് വാറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഓക്കെ, അതിലൊരു വാറ്റ് നമ്പർ 3 സ്റ്റാർട്ട് ചെയ്തിട്ട് ഓക്കെ 3യിൽ അവസാനിക്കുന്ന 15 ലെറ്റർ ആയിരിക്കും. നിങ്ങൾക്കറിയാത്ത എല്ലാവർക്കും ഒരേ വാറ്റ് നമ്പർ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു വാറ്റ് നമ്പർ അവിടെ നിന്ന് കോപ്പി ചെയ്ത് തരാം. ഇതുപോലെയാണ് വാറ്റ് നമ്പർ ഉണ്ടാകുക. ഇതിൽ 3യിൽ തുടങ്ങിയിട്ട് 3യിൽ അവസാനിക്കും. പിന്നെ ബിൽഡിംഗ് നമ്പർ ഓക്കെ, ഞങ്ങളിവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് നമ്മുടെ പോർട്ടലിൽ കിട്ടും. എന്താണ് പൂരിപ്പിക്കേണ്ടത്, ആ പൂരിപ്പിച്ചതിൽ എത്ര ഡിജിറ്റ് വേണം, എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഞങ്ങളിങ്ങനെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹെൽപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബിൽഡിംഗ് നമ്പർ എപ്പോഴും 4 ഡിജിറ്റ് ആയിരിക്കും. നിങ്ങളെ സിറ്റി എത്രയാണെന്ന് വെച്ചാൽ, പിന്നെ സിപ്പ് കോഡ് അതും ഈ പറഞ്ഞ മാതിരി നമ്മളെ ഹെൽപ്പിലുണ്ട്.
സിപ്പ് കോഡ് 5 ഡിജിറ്റ് ആയിരിക്കും. ഇവിടെ എഴുതിയിട്ടുണ്ടാവും സിപ്പ് കോഡ് 5 ഡിജിറ്റ്. ഓക്കെ, ഇതുപോലെ ആയിരിക്കും എക്സാമ്പിൾ 87695 ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ ആയിരിക്കും ഉണ്ടാകുക. പിന്നെ ബിസിനസ് കാറ്റഗറി, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ റീറ്റെയിൽ ഓർ ഇമ്പോർട്ട് ഓർ വാട്ടെവർ. ഓക്കെ, ഇവിടെ CRലുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിവിടെ കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിലൊരു ക്രിയേറ്റ് ചെയ്യും, ഒരു CSR എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഇതിൽ CSR ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ പ്രത്യേകിച്ച് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് ചില സമയത്ത് നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ കേസ് ഉണ്ടാകുമ്പോൾ ഞാൻ അത് പറഞ്ഞു തരുന്നുണ്ട്. അത് കമ്പനിയെല്ലാം ഉണ്ടാകും. പക്ഷേ സാധാരണ എല്ലാ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരെ VAT നമ്പർ ഇവിടെ ഉണ്ടാവും. പിന്നെ ഓർഗനൈസേഷൻ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക CSR. ഈ CSR എന്ന് പറഞ്ഞാൽ അതൊരു സർട്ടിഫിക്കറ്റാണ്. ഈ സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് സാറ്റ്ക അവരുടെ സെർവറുണ്ട്, അത് റിയാദിലും ജിദ്ദയിലൊക്കെ. അവരുടെ സെർവറിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നൊരു സർട്ടിഫിക്കറ്റാണിത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഈ OTP നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ഒരു OTP ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം. ഈ OTP ക്രിയേറ്റ് ചെയ്ത് ആ OTP ആണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത്. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ OTP ഒരു 5 ഡിജിറ്റ് OTP ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആക്ടിവേറ്റ് കോംപ്ലയൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഒരു കോംപ്ലയൻസ് കീ ഇതും സാറ്റ്ക എന്ന് വരുന്നതാണ്. ഇതൊക്കെ സാറ്റ്ക സെർവറിൽ നിന്ന് വരുന്നതാണ്, ലോക്കലി ജനറേറ്റ് ചെയ്യുന്നതല്ല. ഇൻ്റർനെറ്റ് കണക്ഷൻ മസ്റ്റാണ് ഈ സെർവറിൽ. അതുകൊണ്ടാണ് നമ്മുടെ ക്ലൗഡ് സെർവറാണ്, ഇൻ്റർനെറ്റ് കണക്ഷൻ ഓൾറെഡി ഉണ്ടാവും, അതിൽ പ്രശ്നമൊന്നുമില്ല, ഇത് വർക്ക് ചെയ്തോളൂ. എന്നിട്ട് അതിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഓരോന്നും ചെയ്യണം. അതെന്താ, സാറ്റ്കയുടെ റിക്വയർമെൻറ്റാണ്. നിങ്ങളുടെ സെർവർ റെഡി ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് സാറ്റ്ക അതിൽ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരും. റിപ്പോർട്ടഡ് മീൻസ് ഇറ്റ്സ് ഓക്കെ. ഓക്കെ, 2 കാര്യങ്ങളുണ്ട്. 2 ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ട്, B2B ആൻഡ് B2C. അത് ഞാൻ ഈ സൈഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, അത് ഞാനിത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതിൽ ഈ സ്റ്റാൻഡേർഡ് ഇൻവോയ്സ് ഇത് ക്ലിയർഡ്, ഒന്ന് സ്റ്റാൻഡേർഡ് ഇൻവോയ്സ് ക്ലിയർഡ്. ഓക്കെ, ഒരു മിനിറ്റ്. 2 ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ടാവും. 2 ടൈപ്പ് ഇൻവോയ്സിംഗ് ഉണ്ട്. ഒന്ന് B2B, ഒന്ന് B2C. ഇതിൻ്റെ അർത്ഥം ബിസിനസ് ടു ബിസിനസ്. അപ്പോൾ നിങ്ങൾ വേറൊരു ബിസിനസ്സിനാണ് നിങ്ങളുടെ ഇൻവോയ്സ് ചെയ്യുന്നതെങ്കിൽ അതാണ് B2B. പിന്നെ ഉള്ളത് B2C, ബിസിനസ് ടു കസ്റ്റമർ. ഇതിൽ ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്, ഇത് നിങ്ങൾ കസ്റ്റമർക്ക് സെല് ചെയ്യുന്നത്. അപ്പോൾ ഈ B2B ആകുമ്പോൾ കസ്റ്റമർ വിൽ ഹാവ് VAT നമ്പർ ഓൾസോ. അത് അവർക്കും VAT നമ്പർ ഉണ്ടാവും. ഈ B2C ആണെങ്കിൽ അവർക്ക് VAT നമ്പർ ഉണ്ടാവില്ല. ദേ ഹാവ് ഇക്കാമ നമ്പർ ഓർ സംതിങ്. അതിൽ ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല. അതിൽ VAT നമ്പർ ഒന്നും വേണ്ട. അഡ്രസ്സ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അഡ്രസ് നീഡഡ്, അഡ്രസ് ഓഫ് കസ്റ്റമർ റിക്വയർഡ്. ഓക്കെ, പിന്നെ ഈ B2Bയിൽ വേറൊന്നുണ്ടാകുക, ഇതിൽ അഡ്രസ് ഓഫ് കസ്റ്റമേഴ്സ് റിക്വയർഡ്. പിന്നെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാൻഡേർഡ് ഇൻവോയ്സ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഇൻവോയ്സ് എന്ന് പറയും. പിന്നെ ഇത് ലൈവ് ആയിരിക്കണം, ലൈവ് സബ്മിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഇൻവോയ്സ് സബ്മിറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഫുൾ ടൈം നിങ്ങൾ B2B ഇൻവോയ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ, എന്താ B2B ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇൻവോയ്സ് എന്നാണ് അതിൻ്റെ മീനിങ്. ഈ B2B ഇൻവോയ്സ് ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് നമ്മൾ ഇൻവോയ്സ് അടിച്ച് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഇൻവോയ്സ് ഞാനത് കാണിച്ചു തരാം. ആ സമയത്ത് ആ ഇൻവോയ്സ് അങ്ങോട്ട് പോകണം. ഓക്കെ, അതിനാണത് പറയുക ലൈവ് സബ്മിഷൻ. ഇതിന് VAT നമ്പർ നോട്ട് റിക്വയർഡ്. പക്ഷേ ഇതിൽ ആകെ ഒരു പ്രശ്നം, ചില സർവീസ്, മെഡിക്കൽ സർവീസ്, ഫാർമസി സർവീസ്, ഇതിലൊക്കെ സൗദി സിറ്റിസൺസിന് ടാക്സ് എക്സെപ്ഷൻ ഉണ്ട്. അതിൻ്റെ ആ ഒരു ഇതിൽ നോക്കിയാൽ അങ്ങനെ ഒരു എക്സെപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഇക്കാമ നമ്പർ വേണം. അല്ലെങ്കിൽ എക്സെപ്ഷൻ ഇല്ല, ടാക്സ് വാങ്ങിക്കുന്നതാണെങ്കിൽ അവരുടെ ഇക്കാമ നമ്പർ വേണ്ട. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. മെഡിക്കൽ സർവീസിനാണ് അത് മെയിനായിട്ടുള്ളത്. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ സൗദി സിറ്റിസൺസിന്
ടാക്സ് കൊടുക്കണ്ട. പക്ഷേ എക്സ്പാട്രിയേറ്റ്സിന് ടാക്സ് കൊടുക്കണം. അപ്പോൾ സൗദി സിറ്റിസൺസിന് ടാക്സ് കൊടുക്കണ്ടെങ്കിൽ അവരുടെ ഇക്കാമ നമ്പർ ഈ സിസ്റ്റത്തിൽ അവരുടെ പേരും ഇക്കാമ നമ്പറും അഡ്രസ്സും എൻട്രി ചെയ്യണം. അത് മാൻഡേറ്ററി ആണ്. അത് ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഞങ്ങളുടെ ഹോസ്പിറ്റൽ സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ അത് അവരാണത് ആ ഫീച്ചർ മെയിനായിട്ട് ഉപയോഗിക്കാറ്. മറ്റുള്ള പലർക്കുണ്ട് ആ സൗദി സിറ്റിസൺസ് സ്പെഷ്യൽ ഓഫേഴ്സ്, പക്ഷേ ഏതൊക്കെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ ഇതിൻ്റെ ഈ B2C ഇൻവോയ്സിൻ്റെ പേര് സിംപ്ലിഫൈഡ് ഇൻവോയ്സ് എന്നാണ്. സിംപ്ലിഫൈഡ് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ഈ സിംപ്ലിഫൈഡ് ഇൻവോയ്സിൻ്റെ ഒരു പ്രത്യേകത, യു ക്യാൻ നോ നീഡ് ലൈവ്. ഓക്കെ, ലൈവ് സബ്മിഷൻ വിത്തിൻ 24 hours you need to submit. ഓക്കെ, അപ്പോൾ ഒരു ഇൻവോയ്സ് അടിക്കും. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ലുലു അങ്ങനത്തെ ക്യാഷ് കൗണ്ടേഴ്സ്, ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഒക്കെ ക്യാഷ് കൗണ്ടേഴ്സ് പോയിട്ട് നമ്മൾ അപ്പം തന്നെ സബ്മിറ്റ് ചെയ്യേണ്ട. അത് 24 മണിക്കൂറിൽ സബ്മിറ്റ് ചെയ്യേണ്ട. അതായത് ഞങ്ങളുടെ സോഫ്റ്റ്വെയറിൽ അതിൻ്റെ ഒരു ഫീച്ചർ ഉണ്ട്. അത് ബാക്ക്ഗ്രൗണ്ട് സബ്മിറ്റ് ചെയ്തോളും. നിങ്ങളുടെ ഇപ്പം സൗദി അറേബ്യയിൽ 2 ടൈം ഉണ്ടാവും. ചിലപ്പോൾ രാത്രി ക്ലോസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ബ്രേക്കിനോ അത് സബ്മിറ്റ് ചെയ്താൽ മതി. കാരണം സർവർ ഓവർലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ സോഫ്റ്റ്വെയറിലുണ്ട്. അപ്പോൾ B2B, B2C. അപ്പോൾ ഈ ഞാൻ ഇപ്പോൾ പറഞ്ഞത് സ്റ്റാൻഡേർഡ് ഇൻവോയ്സ് പിന്നെ സിംപ്ലിഫൈഡ് ഇൻവോയ്സ്, ഈ 2 എണ്ണമാണുള്ളത്. അപ്പോൾ ഞാനിവിടെ ഇതിൽ എങ്ങനെയാണ് കസ്റ്റമറെ ഒരു B2B ആണോ അല്ലെങ്കിൽ B2C ആണോ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. വളരെ എളുപ്പമാണ്, അത് വലിയ പണിയൊന്നുമില്ല. കസ്റ്റമറെ എടുക്കുക. ഇതിലിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇതിലിപ്പോൾ ഗ്രാൻഡ് പ്ലാസ്റ്റിക്സ്, ഈ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്യുമല്ലോ. അതിൻ്റെ നെയിം, കാര്യങ്ങൾ, അല്ലെങ്കിൽ അഡ്രസ്സ്, കോൺടാക്റ്റ്, ഇതൊക്കെ ആഡ് ചെയ്യുമല്ലോ. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ടിക്ക് ബോക്സ് ഉണ്ട്. B2C ആണോ B2B ആണോ B2C ആണോ. നോർമലി വലിയ സാധാരണ ഇമ്പോർട്ടേഴ്സ്, എക്സ്പോർട്ടേഴ്സ്, മാനുഫാക്ചറിങ് അവർക്കൊക്കെ മിക്കവാറും എല്ലാവരും B2B ആയിരിക്കും. അല്ലെങ്കിൽ റീറ്റെയിലുകാർക്ക് മിക്കവാറും എല്ലാവരും B2C ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ടിക്ക് ചെയ്താൽ അത് B2C ആവും, അല്ലെങ്കിൽ B2B ആവും. അപ്പം അത് ബൈ ഡിഫോൾട്ട് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചാൽ അത് മോസ്റ്റ് ഓഫ് യൂസ് ചെയ്യുന്ന ഏതാണ് അതിനനുസരിച്ചിട്ട് വരും. ഇല്ലെങ്കിൽ നമ്മൾ മാനുവലി ഇവിടെ ടിക്ക് ചെയ്താൽ മതി. ഇത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് B2B ആയിട്ട് വരും, ഇല്ലെങ്കിൽ B2C ആയിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ലൈവ് സബ്മിഷൻ വേണോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സബ്മിറ്റ് ചെയ്താൽ മതിയോ എന്നുള്ളത് സിസ്റ്റം ഓട്ടോമാറ്റിക്കലായിട്ട് തീരുമാനിച്ചോളും. ഈ കസ്റ്റമറുടെ ഈ പേജ് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി ഇതിൽ മെൻഷൻ ചെയ്യുകയാണ്. ഈ സമയത്ത് അവരുടെ ഈ അഡ്രസ്സ് ഇതിൽ കൊടുക്കണം. ആ അഡ്രസ്സിൽ B2B ആണെങ്കിൽ കസ്റ്റമർ അഡ്രസ്സ് വളരെ പ്രോപ്പറായിരിക്കണം. ഇല്ലെങ്കിൽ സാറ്റ്ക അത് ഒരു വാർണിങ്ങോട് കൂടിയിട്ട് റിജക്റ്റ് ചെയ്യും. അതിൽ കസ്റ്റമർ അഡ്രസ്സ് കൊടുക്കുമ്പോൾ എന്തൊക്കെ ഫീൽഡ് വേണമെന്ന് വെച്ചാൽ അഡ്രസ് ലൈൻ 1 to നോർമലി റോഡ്, സ്ട്രീറ്റും ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ബിൽഡിംഗ് നമ്പർ 4 ഡിജിറ്റ് ആയിരിക്കും. പിന്നെ പോസ്റ്റൽ കോഡ് 5 ഡിജിറ്റ് ആയിരിക്കും. അത് മാൻഡേറ്ററി ആയിട്ട് അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ B2B ആണെങ്കിൽ മാത്രം കസ്റ്റമറുടെ ടാക്സ് ID ഇവിടെ ഉണ്ടായിരിക്കണം. B2C ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, കാരണം വ്യക്തിയൊക്കെ ടാക്സ് ID ഉണ്ടാവില്ല. അതിൻ്റെ കൂടെ വേറൊരു കാര്യം ഓർമ്മിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഡീറ്റെയിൽസിൽ നമ്മുടെ സാറ്റ്കയുടെ കസ്റ്റമർ ടൈപ്പ് ഞാൻ പറഞ്ഞല്ലോ, അവർക്കുള്ള CR നമ്പർ ഇവിടെ കൊടുക്കേണ്ടി വരും. കാരണം അവരുടെ CR നമ്പർ വേണ്ടി വരും. അഥവാ അവർക്ക് CR അല്ല വേറെന്തെങ്കിലും ടൈപ്പ് ഡോക്യുമെൻറ്റ് ആണെങ്കിൽ MOM, MLS, SAG അങ്ങനെ പറഞ്ഞിട്ട് പല ടൈപ്പ് കാറ്റഗറി ഉണ്ട്. നോർമലി എല്ലാവരും CRനായിരിക്കും. അവരുടെ CR നമ്പർ ഇവിടെ കൊടുക്കേണ്ടി വരും. സാറ്റ്ക കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യണമെങ്കിൽ. B2B ആണെങ്കിൽ മാത്രം കേട്ടോ. പിന്നെ B2C ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില സൗദി സിറ്റിസൺസിന് എക്സെപ്ഷനുള്ള ചില ടാക്സ് ഉണ്ട്, മെഡിക്കൽ അങ്ങനത്തെ കാര്യങ്ങൾ. അതിൽ അവരുടെ നാഷണൽ ID അല്ലെങ്കിൽ ഇക്കാമ GCC ID, ഇപ്പം ചിലർക്ക് GCC എക്സെപ്ഷനുകളുണ്ട്. അപ്പോൾ GCC ID അല്ലെങ്കിൽ നാഷണൽ ID ഇവിടെ കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അതിന് ഒരു എററോ ഒരു വാർണിങ്ങോ ഉണ്ടാവും. അതാണ് വിഷയത്തിൽ നിന്ന് ഇടയ്ക്ക് പുറത്തോട്ട് പോകുന്നുണ്ട്. കാരണം അങ്ങനെ അല്ലാതെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ സിസ്റ്റം റെഡിയാണെന്ന് സാറ്റ്കക്ക് മനസ്സിലാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഒരു പ്രാവശ്യമാണ് ചെയ്യേണ്ടുള്ളൂ. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 3 കൊല്ലത്തേക്ക് അത് ആ കീയും സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് അതിനെപ്പറ്റി ടെൻഷൻ വേണ്ട. ഇതൊരൊറ്റ പ്രാവശ്യം ചെയ്യേണ്ട ഒരു സർവീസാണിത്. ഓക്കെ, ഇത് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക.
എന്നിട്ട് ഒരു ഫൈനൽ CSID എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, ഫൈനൽ CSID. ഓക്കെ, ഈ ഫൈനൽ ഈ CSID എന്ന് പറഞ്ഞാൽ ഇത് സാറ്റ്ക ഈ ഈ പോപ്പപ്പ് ചെയ്യുന്ന സ്ക്രീൻ ഉണ്ടല്ലോ, ഈ സ്ക്രീനുകൾ മൊത്തം സാറ്റ്ക നിങ്ങൾക്ക് അയക്കുന്ന മെസ്സേജാണ്. അത് ഞങ്ങൾ അങ്ങനെ തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് ട്രാൻസ്പാരൻസിക്ക് വേണ്ടിയിട്ടാണ്. അത് പലരും അത് ഡിസ്പ്ലേ ഇല്ല, അത് കാരണം അത് കറക്റ്റ് തന്നെയാണോ വന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ യൂസേഴ്സിന് തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഡിസ്പ്ലേ ചെയ്യുന്നത്. പക്ഷേ അത് ഡിസ്പ്ലേ ചെയ്യാതെ നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ കാണിച്ചിരുന്നുണ്ട്. അത് ചിലപ്പം ചിലർക്ക് അങ്ങനെ വേണ്ടി വരും, അത് ഞാനത് കാണിച്ചിരുന്നുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. നമ്മുടെ സോഫ്റ്റ്വെയർ ഏറ്റവും സിമ്പിളായിട്ട് സാറ്റ്ക എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ സാറ്റ്ക ഇൻറ്റഗ്രേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പാർട്ട് ഓരോ ഇൻവോയ്സിലും ഓക്കെ, അതിന് മുമ്പേ ഒരു സംഗതി കൂടി എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ സാറ്റ്ക രജിസ്റ്റർ ഇവിടെ പല ടൈപ്പ് കമ്പനികളുണ്ട്. ഓക്കെ, അത് ഞാൻ അടുത്തായിട്ട് കമ്പനി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ക്രീനിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിൻ്റെ വേറൊരു മലയാളം വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ എങ്ങനെയൊക്കെയാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്, അതിൻ്റെ മൊത്തം അതിൻ്റെ കമ്പനി സെറ്റപ്പ്, അതിൻ്റെ സെയിൽസ് ഇൻവോയ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ബേസിക്കായിട്ട് ഓരോ സ്മോൾ ബിസിനസ് ഓണേഴ്സിനും ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ഇടാം. ഓക്കെ, ഇതിൽ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത് കമ്പനി ഈ സാറ്റ്ക എന്ന് കണ്ടിട്ട് നിങ്ങൾ കൺഫ്യൂസ് വിചാരിക്കേണ്ട, ഇത് കമ്പനിയുടെ പേര് ജസ്റ്റ് ഞങ്ങൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഡെമോ പർപ്പസിന് വേണ്ടിയിട്ട് ഇട്ടാണ്. ഇതിൽ സാറ്റ്ക രജിസ്ട്രേഷൻ ടൈപ്പ്, സാറ്റ്ക രജിസ്ട്രേഷൻ നമ്പർ, ഈ 2 ഫീൽഡ് നിങ്ങൾക്ക് കാണാം. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വാറ്റ് നമ്പർ മാത്രം പോരാ നിങ്ങൾ ഇൻവോയ്സ് സബ്മിറ്റ് ചെയ്യുന്നത്. അതിലൊരു പ്രശ്നം ഈ അടുത്ത് വന്ന റിവിഷനാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗവൺമെൻറ്റിൻ്റെ പല റിവിഷൻസ് ഉണ്ടാവും. ആ റിവിഷൻസിൻ്റെ സമയത്ത് ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടത്, കാരണം ഞങ്ങളെ മൊത്തം ക്ലൗഡ് സർവേഴ്സ് പുതിയ റിവിഷൻസ് ഞങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ വന്ന റിവിഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനിക്ക് വാറ്റ് നമ്പർ ഉണ്ടാവും, പിന്നെ ബ്രാഞ്ചസിന് മുഴുവൻ CR നമ്പർ ഉണ്ടാവും. അത് പണ്ടേ ഉണ്ട്, പക്ഷേ ഇതിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ വാറ്റ് നമ്പറും കൊടുക്കണം, CR നമ്പറും കൊടുക്കണം. അതിൽ ഇപ്പോൾ പണ്ട് ഒരൊറ്റ CR നമ്പറിൽ ഇപ്പോൾ മൂന്നെണ്ണം ഉണ്ട്, ഒന്ന് ദമാമിൽ അല്ലെങ്കിൽ ഒന്ന് റിയാദിൽ, നിങ്ങൾക്ക് 3 ബ്രാഞ്ച് ഉണ്ടെന്ന് വെച്ചാൽ പണ്ട്. അപ്പം 3ന് ഒരു CR നമ്പർ ആയിരിക്കും ഇതിന് മുമ്പ്. പക്ഷേ ഇനി അങ്ങോട്ട് റിന്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 3 CR നമ്പർ ആയിരിക്കും. ദമാമിന് വേറെ, റിയാദിന് വേറെ, ജിദ്ദക്ക് വേറെ, അങ്ങനെ 3 CR നമ്പർ ആയിരിക്കും. അപ്പം നിങ്ങൾ സർവർ ചിലപ്പോൾ ഒന്നായിരിക്കും, പക്ഷേ ഇൻവോയ്സ് അടിക്കുന്ന ഒരാൾ ഇരുന്നിട്ട് അടിക്കുന്നത് ദമാമിലായിരിക്കും, ഒരാൾ ദമാമിലിരുന്നിട്ട് ഇൻവോയ്സ് അടിക്കും, ഒരാൾ റിയാദിലിരുന്നിട്ട് ഇൻവോയ്സ് അടിക്കും, ഒരാൾ ജിദ്ദയിലിരുന്നിട്ട് ഇൻവോയ്സ് അടിക്കും. ഒരേ കമ്പനി, ഒരേ വാറ്റ് നമ്പർ, പക്ഷേ 3 ബ്രാഞ്ച് 3 സ്ഥലത്ത്. ഇതെല്ലാവർക്കും മിക്കവാറും സൗദി അറേബ്യയിലുള്ള എല്ലാ ബിസിനസ്സിനും ഈ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇതിൽ കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ കോസ്റ്റ് സെൻറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ, ഈ കോസ്റ്റ് സെൻറ്ററിൽ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം ഓരോ കോസ്റ്റ് സെൻറ്റർ ഓരോ ബ്രാഞ്ചിന് വേണ്ടിയിട്ട്. ഇപ്പം ഇതിൽ ദമാം ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു കോസ്റ്റ് സെൻറ്റർ ഉണ്ട്, റിയാദ് ബ്രാഞ്ച് നമുക്ക് ഇഷ്ടം പോലെ ക്രിയേറ്റ് ചെയ്യുക, ബുറൈദ ബ്രാഞ്ച്, ഹസ ബ്രാഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു CR നമ്പറും അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും കൊടുക്കും. എന്നിട്ട് ഇൻവോയ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ കോസ്റ്റ് സെൻറ്റർ സെലക്ട് ചെയ്യും. അങ്ങനെയാണ് ഞങ്ങളത് മാനേജ് ചെയ്യുന്നത്. അത് വളരെ എഫക്റ്റീവ് മാനേജ്മെൻറ്റാണ്. കാരണം കോസ്റ്റ് സെൻറ്റർ നിങ്ങൾക്ക് അക്കൗണ്ടിങ് പർപ്പസിലും കൂടി ഉപയോഗിക്കാം. അക്കൗണ്ടിങ് പർപ്പസിൽ ഉപയോഗിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് റിയാദിൽ കുറച്ച് കാറുണ്ട്, അല്ലെങ്കിൽ അവിടെ ഓഫീസുണ്ട്, ദമാമിൽ വേറെ കാറും ഓഫീസും കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഓരോ ബ്രാഞ്ചിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ആ കോസ്റ്റ് സെൻറ്ററിൽ മാനേജ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ബ്രാഞ്ചും എത്രത്തോളം പ്രോഫിറ്റബിളാണ്. അത് അക്കൗണ്ടൻസ് പൊതുവേ ചെയ്യുന്നതാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഞങ്ങൾ വേറെ മറ്റ് വീഡിയോകളിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു ഇതിൽ ഈ സാറ്റ്കയുടെ പറയുമ്പോൾ അതും കൂടി ഒന്ന് പറഞ്ഞു പോവാണ് ഇതിൽ. അപ്പോൾ നമ്മൾ ഇൻവോയ്സ് ചെയ്യുന്ന സമയത്ത് ഇൻവോയ്സ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
ഇൻവോയ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോസ്റ്റ് സെൻറ്റർ സെലക്ട് ചെയ്യും. ഇവിടെ കോസ്റ്റ് സെൻറ്റർ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ആ കോസ്റ്റ് സെൻറ്ററിൽ ഇപ്പം ദമാം ആണെങ്കിൽ ദമാം എന്ന് കൊടുക്കുക. അത് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ യൂസർക്ക് അത് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെക്കും. കാരണം ഓരോ സമയത്തും ഇപ്പോൾ ജിദ്ദയിലുള്ള യൂസർ വൈസാണ് മാനേജ് ചെയ്യാൻ. കാരണം ഇതിൽ മൊത്തം യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ യൂസേഴ്സ് വൈസാണ് മാനേജ് ചെയ്യുക. അപ്പോൾ ദമാമിലുള്ള യൂസർ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ദമാം വരും. അവർക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പെർമിഷൻ ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. അപ്പം ഇതിൽ ഈ കോസ്റ്റ് സെൻറ്റർ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഈ പല ടൈപ്പ് കമ്പനി രജിസ്ട്രേഷൻ ഉണ്ട്. സാധാരണ ഇതിൽ മിക്കവാറും 99% CR നമ്പർ തന്നെയായിരിക്കും. പിന്നെ MOM, MLS, 700, SAG എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങളെ CR നമ്പർ ഇവിടെ കൊടുക്കുക. അതാണ് ചെയ്യാനുള്ളത്. ഇത് പിന്നെ വേണ്ടത് ഒരു കമ്പനി ആകുമ്പോൾ പിന്നെ സാറ്റ്ക റിക്വയർമെൻറ്റ് ഒരു കമ്പനിക്ക് വേണ്ടത് വാറ്റ് നമ്പർ. അത് കൊടുക്കുന്ന ഞാൻ കാണിച്ചു തന്നു. ഇവിടെ വാറ്റ് നമ്പർ നമ്മൾ ഇവിടെ ടാക്സ് ID എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാറ്റ് നമ്പർ കൊടുത്തു. പിന്നെ രജിസ്ട്രേഷൻ നമ്പർ CR ടൈപ്പ് കൊടുത്തു. അത് മിക്കവാറും 90% കമ്പനിക്ക് CRN തന്നെയായിരിക്കും. അത് പ്രത്യേകം മാറ്റേണ്ടി വരില്ല. അത് മാറ്റേണ്ട ഒരു ഇതുണ്ടെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. പിന്നെ അവരുടെ CR നമ്പർ ഇവിടെ ഉണ്ടാവും. പിന്നെ ബ്രാഞ്ച് കൊടുക്കുക. പിന്നെ കാറ്റഗറി കൊടുക്കുക. ഇത്രയും സാധനങ്ങളാണ് ഒരു പ്രീ റിക്വസ്റ്റ് ആയിട്ട് വേണ്ടത്. പിന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് അഡ്രസ്സ്. ഇതിൽ അതിൻ്റെ നിങ്ങളുടെ കമ്പനിയുടെ അഡ്രസ്സ് അത് വ്യക്തമായിട്ട് കൊടുക്കണം. ആ അഡ്രസ്സിൽ പിന്നെ അതിൻ്റെ എന്താ പറയുക, അഡ്രസ് ലൈൻ 1, 2, പിന്നെ ബിൽഡിംഗ് നമ്പർ അത് 4 ലെറ്റർ ആയിരിക്കണം. പിന്നെ സിറ്റി, ടൗൺ, പിന്നെ പോസ്റ്റൽ കോഡ്. ഇത്രയും സാധനങ്ങൾ നിർബന്ധമായിട്ടും അതിൽ ഉണ്ടായിരിക്കണം. അത് ഞാൻ അതിൻ്റെ ഫോർമാറ്റുള്ള, കാരണം അത് ഞങ്ങൾ ടെസ്റ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. ഇതിൽ ഈ എയർപോർട്ട് റോഡ് ഇത്ര റിയാദ് അത് പറഞ്ഞിട്ട് അത് കറക്റ്റായിട്ട് അഡ്രസ്സ് കൊടുക്കുക. ഈ ഡീറ്റെയിൽസാണ് ഇതിൽ വേണ്ടി വരിക. പിന്നെ ഈ കമ്പനി പേജിൽ ഇതിൻ്റെ സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഇത് സാറ്റ്ക ഇത് ഞങ്ങളുടെ സോഫ്റ്റ്വെയർ phase 1, phase 2 കോമ്പാറ്റബിൾ ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ കൊല്ലം അവസാനമാണ് സാറ്റ്ക phase 2 ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതുവരെ ഒന്നുകിൽ നിങ്ങൾക്ക് സിമുലേഷൻ പോർട്ടലിൽ റൺ ചെയ്യാം. കാരണം അതിൽ പ്രശ്നമൊന്നുമില്ല. സിമുലേഷൻ പോർട്ടലിൽ നിങ്ങൾ ചെയ്തെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. അല്ലെങ്കിൽ phase 1, phase 2 ഈ ഇതിൽ ഒന്ന് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക്. ഇപ്പോൾ ഉള്ള പോലെ തന്നെ phase 1 ടാക്സിങ് phase 1 QR കോഡ്, രണ്ട് ടൈപ്പ് QR കോഡാണ്. ആ QR കോഡ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. phase 1 ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ phase 2 ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ മോസ്റ്റ്ലി എല്ലാവരും phase 2ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് വേണമെങ്കിൽ എനാബിൾ ചെയ്താൽ മതി. ചില സമയത്ത് വൺസ് ഇത് ലീഗലി മാൻഡേറ്ററി ആണ്. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നെ കൺസിഡർ കോസ്റ്റ് സെൻറ്റർ ആസ് എ ബ്രാഞ്ച്. അത് ഞാനിപ്പോൾ കാണിച്ചു തന്നു. POS സബ്മിറ്റ്. ഓക്കെ. ഇത് POS നിങ്ങൾക്ക് പോയിൻ്റ് ഓഫ് സെയിൽ മെഷീൻ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സിസ്റ്റത്തിൽ ഒരു പോയിൻ്റ് ഓഫ് സെയിൽ സിസ്റ്റം ഉണ്ട്. ഇത് നിങ്ങളുടെ ബ്രാഞ്ചുകളിൽ, ഔട്ട്ലെറ്റുകളിൽ നിങ്ങൾ പോയിൻ്റ് ഓഫ് സെയിൽ സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പോയിൻ്റ് ഓഫ് സെയിൽ സിസ്റ്റം ഉണ്ട്. ആ പോയിൻ്റ് ഓഫ് സിസ്റ്റത്തിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ബില്ലടിക്കുക. അതിൽ ക്രെഡിറ്റ് കാർഡ് ബില്ല് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ഇതിൽ കസ്റ്റമർ വേണമെങ്കിൽ സെലക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ക്യാഷ് കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അതിൻ്റെ ഇത് മാത്രമല്ല, വിൻഡോസിൽ വർക്ക് ചെയ്യുന്ന ഇതും വിൻഡോസിൽ വർക്ക് ചെയ്യും. അല്ലെങ്കിൽ വിൻഡോസിൽ വർക്ക് ചെയ്യുന്ന വേറൊരു പോയിൻ്റ് ഓഫ് സെയിൽ സിസ്റ്റം ഉണ്ട്. ഇതൊക്കെ ഓപ്പൺ സോഴ്സാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിൽ ബില്ലടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാഷ്, ക്രെഡിറ്റ് കാർഡ്, പുതിയ ആ ടൈപ്പ് സിസ്റ്റംസ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാം. അതിൻ്റെ POS പ്രൊഫൈലുണ്ട്, POS ക്ലോസിങ്
ഷിഫ്റ്റ് ക്ലോസിങ് കാര്യങ്ങൾ അതൊക്കെ അതിലുണ്ട്. അത് വിശദീകരിക്കാനല്ല ഈ വീഡിയോ, ഇത് സാറ്റ്കേയുടെ മാത്രമാണ്. അത് നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ പിന്നുള്ളത് ഇതിൻ്റെ ഫേസ് 1 ഫേസ് 2 സെലക്ട് ചെയ്ത് പിന്നെ ഇതിൽ ഏത് ടൈപ്പാണ് വേണ്ടത്, സിമുലേഷനാണോ, ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാണ്. ഇതിലാകെ ഇതിൽ പുതുതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതിലൊരു സബ്മിഷൻ ടൈം ഉണ്ടാവും. നിങ്ങൾ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് B2C, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. B2C എന്ന് പറഞ്ഞാൽ പിന്നെ ഇമ്മീഡിയറ്റ്ലി സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് പിന്നെ സബ്മിറ്റ് ചെയ്താൽ മതി. അത് പിന്നെ 24 hours ഉള്ളിൽ സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് സമയത്താണ് നിങ്ങളുടെ ഷോപ്പ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ 2 ഷിഫ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. 2 ഷിഫ്റ്റിൽ ഷിഫ്റ്റ് 1 ഷിഫ്റ്റ് 2 രണ്ടെണ്ണം ക്ലോസ് ചെയ്യുന്ന സമയത്ത്, സർവർ ബിസി അല്ലാത്ത സമയത്ത് നിങ്ങൾക്കിത് സബ്മിറ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അതിൽ വേറെ ഈ പാരാമീറ്റേഴ്സൊക്കെ ടെക്നിക്കലാണ്. ഇത് സാധാരണ ഇതിൽ നിങ്ങൾക്ക് ആവശ്യം വരില്ല. പക്ഷേ ഞങ്ങൾ ഇതൊക്കെ ഇതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എല്ലാ അതിൻ്റെ എന്തെങ്കിലും ഒരാവശ്യത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൽ ഇൻവോയ്സ് സബ്മിറ്റ് ചെയ്യുകയാണെന്ന് വെച്ചോ, സെയിൽസ് ഇൻവോയ്സ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് സെയിൽസ് ഇൻവോയ്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പോയിൻ്റ് ഓഫ് സെയിൽ ഇൻവോയ്സ് ഉണ്ട്, അല്ലാതെ സെയിൽസ് ഇൻവോയ്സ് ഉണ്ട്. പോയിൻ്റ് ഓഫ് സെയിൽ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. പക്ഷേ ഇതിൽ പിന്നെ അല്ലാതെ ഇൻവോയ്സ് ഇതിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഈ ഇൻവോയ്സ്, ഓക്കെ, ഞാനൊരു ഇൻവോയ്സ് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അത് മുഴുവൻ ടൈപ്പ് ചെയ്യാനുള്ള മടി കൊണ്ടാണ്. ജസ്റ്റ് ഇതിലൊരു ഐറ്റമുള്ള ഇൻവോയ്സാണ് ഇതിൽ. ഓക്കെ, ഞാൻ ഇതിൽ ടാക്സിൻ്റെ കാര്യം ഞാൻ ഇതിൽ പറഞ്ഞുതരാം. ഇതിൽ ടാക്സേഷൻ ഉണ്ട്. ഇപ്പം ടാക്സ് കാറ്റഗറി, ഇതിൽ 4 ടാക്സ് കാറ്റഗറി എനിക്ക് കാണാം. ഒന്ന് സ്റ്റാൻഡേർഡ്, 0 റേറ്റഡ്, എക്സംപ്റ്റഡ്, സർവീസ് ഔട്ട്സൈഡ് ദ സ്കോപ്പ്. അതിൽ ജസ്റ്റ് ഷോ യു എന്തൊക്കെ ടൈപ്പ് ടാക്സ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് സ്റ്റാൻഡേർഡ്, ഇതാണ് മിക്കവാറും എല്ലാവർക്കും വേണ്ടി വരിക. അത് ഇപ്പോൾ 15% ആണ്. ഇതിന് മുമ്പ് കുറച്ചുകാലം മുമ്പ് 5% ആയിരുന്നു. പക്ഷേ പണ്ടത്തെ പർച്ചേസ് ഓർഡർ ഉള്ളിൽ ഇപ്പോഴും ബില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അങ്ങനെ ഉണ്ടാകും. ചില കോൺട്രാക്റ്റൊക്കെ 5 year കോൺട്രാക്റ്റൊക്കെ ഉള്ള ആൾക്കാർ ഇപ്പോഴും ആ ടാക്സ് റേറ്റിൽ ഇൻവോയ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നെ അവർക്ക് ഇപ്പോഴും 5% ഉപയോഗിക്കാം. പക്ഷേ അത് വളരെ റെയറാണ്. മിക്കവാറും എല്ലാവരും 15% ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ 0 റേറ്റഡ് എന്നുണ്ട്. 0 റേറ്റഡ് എന്ന് പറഞ്ഞാൽ അത് ഓഫ് കോഴ്സ് 0% ആണ്. പിന്നെ എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതും 0% ആണ്. പക്ഷേ ഇത് രണ്ടും അതത് മെറ്റീരിയൽ തന്നെ അത് കാണിക്കണം. അത് ഞാൻ കാണിച്ചു തരാം. എക്സംപ്റ്റഡ്, പിന്നെ അത് കഴിഞ്ഞിട്ട് വാറ്റ് ഔട്ട് ഓഫ് സ്കോപ്പ്. ഈ 4 രീതിയിലാണ് ടാക്സിങ് ഉള്ളത് സൗദി അറേബ്യയിൽ. അതിൽ സ്റ്റാൻഡേർഡ് പിന്നെ പറയേണ്ട ആവശ്യമില്ല. 0 റേറ്റഡ് എന്ന് പറഞ്ഞാൽ ഞാനിത് കാണിച്ചു തരാം. എക്സെപ്ഷൻ കോഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സൈറ്റിൽ അത് വളരെ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് എക്സെപ്ഷൻ കോഡ് എന്ന്. ഓക്കെ, ഒന്നാമത്തത് 0 റേറ്റഡ്. നിങ്ങൾ 0 റേറ്റഡ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ, ഈ 0 റേറ്റഡ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു കോഡുണ്ട് ഇവിടെ. അത് ഞാനിവിടെ ഈ ഇൻവോയ്സ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ, ഈ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നിങ്ങൾ ഇൻവോയ്സിൽ സെലക്ട് ചെയ്യുന്നതെങ്കിൽ സ്റ്റാൻഡേർഡ് തന്നെ, കാരണം സ്റ്റാൻഡേർഡിന് പ്രത്യേകിച്ച് കോഡൊന്നുമില്ല, സ്റ്റാൻഡേർഡിൻ്റെയാണ്, അതെല്ലാവർക്കും ഇത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് 0 റേറ്റഡ് ആണ് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു എന്തുകൊണ്ടാണത് 0 റേറ്റ് ആണെന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യണം, അല്ലാതെ പറ്റില്ല. അപ്പം അത് എന്തുകൊണ്ടാണ് 0 റേറ്റഡ് ആണെന്ന് അത് ഞങ്ങളുടെ വെബ്സൈറ്റിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഇതിൽ ഷോ നോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് ERP ഗൾഫ് എക്സെപ്ഷൻ കോഡ് എന്ന് അടിച്ചാൽ മതി. ഇതിൽ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് അത് 0% ആണ്. എക്സ്പോർട്ട് ഓഫ് സർവീസ് 0% ആണ്. ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ട് ഫോർ പാസഞ്ചേഴ്സ്, പിന്നെ സർവീസ് ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു ഇൻസിഡൻ്റൽ, പിന്നെ അങ്ങനെ കുറേ പറഞ്ഞിട്ട് മിലിറ്ററിക്ക് സപ്ലൈ, മെഡിക്കൽ സപ്ലൈ, ക്വാളിഫയിങ് മീൽസ്, പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഫോർ ടു സിറ്റിസൺ. എഡ്യൂക്കേഷൻ ബില്ലടിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവരുടെ ഇത് അടിക്കേണ്ടി വരും, ഇക്കാമ നമ്പർ അല്ലെങ്കിൽ നാഷണൽ ID നമ്പർ അത് കൊടുക്കണം. പിന്നെ പ്രൈവറ്റ് ഹെൽത്ത്, ഇതൊക്കെ അത് കറക്റ്റായിട്ട് ഇതിൽ മെൻഷൻ ചെയ്യണം. എന്തുകൊണ്ടാണ് എക്സംഷൻ്റെ റീസൺ വ്യക്തമായിട്ട് കൊടുക്കണം. അല്ല 0 റേറ്റഡിൻ്റെ. ഇനി അഥവാ അവിടെ എക്സംപ്റ്റഡ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റേതും ഇവിടെ കൊടുക്കണം. അത് ഞാൻ പറഞ്ഞുതരാം.
എക്സംപ്റ്റഡ് ആണെങ്കിൽ ഇതിപ്പോൾ 0 റേറ്റഡ് ആണ്, ഇത് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, എക്സംപ്റ്റഡ് മെയിനായിട്ട് ഫിനാൻഷ്യൽ സർവീസ് മെൻഷൻഡ് ഇൻ 29 വാട്ടർ റെഗുലേഷൻ. ഇത് റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഓഫ് കോഴ്സ് നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്, നിങ്ങൾക്ക് ഓഡിറ്റർ ഉണ്ടാവും. ആ ഓഡിറ്റർ പറഞ്ഞു തരും അത് എന്താണ്, ഈ കോഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ലൈഫ് ഇൻഷുറൻസ് സർവീസ്, ആ ടൈപ്പ് കാര്യങ്ങൾ ഇത് എക്സെപ്ഷനാണ്. പിന്നെ ഓക്കെ, ദിസ് ഈസ് ഓൾസോ റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ. അത് അല്ല, ഫസ്റ്റിലത്തെ ഫിനാൻഷ്യൽ സർവീസാണ്, കൺഫ്യൂഷനാണ്. ഇത് റിയൽ എസ്റ്റേറ്റ് സർവീസാണ്. ഇതിന് ആണ് ഈ ഒരു എക്സെപ്ഷൻ കോഡ് വരിക. ഈ എക്സെപ്ഷൻ കോഡ് അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഇൻവോയ്സ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ പല ടൈപ്പ് ഇൻവോയ്സ് ഉണ്ട്. തേർഡ് പാർട്ടി ഇൻവോയ്സ്, നോമിനൽ ഇൻവോയ്സ്, എക്സ്പോർട്ട് ഇൻവോയ്സ്, സമ്മറി ഇൻവോയ്സ് ആൻഡ് സെൽഫ് ബിൽഡ് ഇൻവോയ്സ്. ഇതിൽ മോസ്റ്റ് ഓഫ് ദി ടൈം ഒന്നും സെലക്ട് ചെയ്യേണ്ട. ഇതൊന്നും സെലക്ട് ചെയ്തിട്ടില്ലേ, അത് സാധാരണ ഒരു ഇൻവോയ്സ് ആണ്. ഒന്നും സെലക്ട് ചെയ്യേണ്ട. കാരണം ഒരു സാധാരണ ഇൻവോയ്സിന് പ്രത്യേകിച്ച് ഒരു കാറ്റഗറി ഇല്ല. നിങ്ങൾ സാധാരണ എന്ത് സാധനങ്ങളും ഇൻവോയ്സ് ചെയ്ത് വിറ്റ് പൈസ വാങ്ങുന്നതിന് പ്രത്യേകിച്ച് അതിനൊരു ഒന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ഈ എക്സ്പോർട്ട് ചെയ്യാൻ ഒരുപാട് കമ്പനികൾ അവിടുന്ന് ഖത്തറിലേക്കും സൗദി അറേബ്യയിലേക്കും UAE-യിലേക്കും ഒരുപാട് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യാനാണെങ്കിൽ ഇവിടെ എക്സ്പോർട്ട് ഇൻവോയ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. എക്സ്പോർട്ട് ഇൻവോയ്സ് ക്ലിക്ക് ചെയ്യണം. അല്ലെങ്കിൽ നോമിനൽ ഇൻവോയ്സ്, തേർഡ് പാർട്ടി, ഇതൊക്കെ എന്താണെന്ന് ഞങ്ങൾ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അത് ഞാൻ ഓരോന്നോരോന്നും വിശദീകരിക്കുന്നില്ല എന്താണ് ഈ കാറ്റഗറി എന്നുള്ളത്. കാരണം അത് വിശദീകരിക്കാത്തതിൻ്റെ കാരണം ഇത് മിക്കവാറും ആൾക്കാർക്ക് ഇത് ഒന്നും ഉപയോഗം വരില്ല. മിക്കവാറും ആൾക്കാർക്ക് സാധാരണ അതിൽ ഇത് ഒറ്റ സെലക്ഷനും ഇല്ലാത്ത ഇൻവോയ്സ് ആയിരിക്കും. വളരെ കുറച്ച് പേർക്ക് എക്സ്പോർട്ട് ഇൻവോയ്സ് ആയിരിക്കും. അതർവൈസ് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങളത് എൻറോൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിസ്കൗണ്ട് റീസൺ കോഡ്. ഈ ഇൻവോയ്സിലൊരു ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ടിന് റീസൺ ഉണ്ടാവും. ഡിസ്കൗണ്ടിൻ്റെ റീസൺ നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഇപ്പോൾ നിങ്ങളൊരു ഇൻവോയ്സിൽ 50% ഡിസ്കൗണ്ട് കൊടുക്കും, 20% ഡിസ്കൗണ്ട് കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഡിസ്കൗണ്ട് കൊടുക്കേണ്ടതെന്ന് അത് ഞങ്ങളുടെ പോർട്ടലിൽ ഡിസ്കൗണ്ട് കോഡ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഡിസ്കൗണ്ട് കോഡ്സ് അത് നോക്കട്ടെ, സോറി. ഓക്കെ, ഡിസ്കൗണ്ട് ആൻഡ് റീസൺ കോഡ്സ്. ഇതിൽ നമ്മൾ ക്ലോഡിയോൻ്റെ സൈറ്റിലുണ്ട്. ഇതിൽ ഡിസ്കൗണ്ട് ആൻഡ് റീസൺ കോഡ്സ്. ഡിസ്കൗണ്ട് എന്തിനാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ബോണസ് ഫോർ വർക്കേഴ്സ്, അതർ ബോണസ്, മാനുഫാക്ചർ, കൺസ്യൂമർ ഡിസ്കൗണ്ട്, മിലിറ്ററി സ്റ്റാറ്റസ്, ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ ഡിസ്കൗണ്ട് ഉണ്ട്. സാധാരണ രീതിയിലുള്ള ഡിസ്കൗണ്ട് നിങ്ങൾ ജസ്റ്റ് 95 എന്ന് കൊടുത്താൽ മതി. അതാണ് ഡിസ്കൗണ്ട് കോഡ്. സാധാരണ ഒന്നുമില്ല, വെറുതെ ഒരു ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഡിസ്കൗണ്ട് കോഡ് 95 ആയിരിക്കും. അതിൽ ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ ഡിസ്കൗണ്ട് എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇതിലിപ്പോൾ എന്തൊക്കെയാണ്, ന്യൂ ഔട്ട്ലെറ്റ് തുറന്ന ഒരു ഡിസ്കൗണ്ട് ആണെങ്കിൽ അത് 66 കൊടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും മാനുഫാക്ചറിങ് എററുള്ള സാധനം നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ എറർ ഡിസ്കൗണ്ട് 65 കൊടുക്കുക. പിന്നെ സ്പെഷ്യൽ അഗ്രിമെൻറ്റിൽ ചില കമ്പനികളായിട്ട് നിങ്ങൾക്ക് ഇതുണ്ടാവും, അതിന് 64 കൊടുക്കുക. ഇങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഡിസ്കൗണ്ട് എന്തായാലും ഡിസ്കൗണ്ട് തീരുമാനിക്കുന്ന സമയത്ത്, പക്ഷേ പ്രത്യേകിച്ച് ഒരു ഇതുമില്ലെങ്കിൽ ഡിസ്കൗണ്ട് 95 കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ഇൻവോയ്സ് ചെയ്യുക. പിന്നെ ഇൻവോയ്സിൽ ചില അപൂർവമായിട്ടുള്ള ഇൻവോയ്സുകളിൽ, വളരെ അപൂർവമാണത്, അപൂർവമായിട്ടുള്ള ഇൻവോയ്സുകളിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ ഒരൈറ്റം 15%, വേറൊരു ഐറ്റം 0%, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റീസൺ കോഡും കാര്യങ്ങളൊക്കെ ഉള്ള ഇൻവോയ്സ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരൈറ്റം 15%, ഒരൈറ്റം 0%, ഒരൈറ്റം എക്സംഷൻ, വേറെ റീസൺ കോഡ്, ഇങ്ങനെ കാര്യങ്ങൾ. അത് ആ ഒരു നിങ്ങൾ യൂസ് ചെയ്യുക. അത് ആ ഒരു കേസ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഓരോ ഐറ്റത്തിനും അതിൻ്റേതായ ഇത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടി വരും. ഉദാഹരണം പറഞ്ഞാൽ എക്സംപ്റ്റ്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ പ്രീ ഡിഫൈൻ ചെയ്തിട്ടൊരു ടെംപ്ലേറ്റ് ഇവിടെ വെക്കും. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആദ്യം കൊടുത്തു വെക്കും എക്സംഷൻ, റീസൺ കോഡ്, കാര്യങ്ങൾ, അതിൻ്റെ അക്കൗണ്ട് നമ്പറൊക്കെ. ഇതൊക്കെ ഓൾറെഡി അവിടെ ചെയ്ത് വെച്ചാൽ പിന്നെ ആ കമ്പനിയിൽ നിങ്ങൾക്ക് ഐറ്റം അനുസരിച്ചിട്ട്, പ്രത്യേകിച്ച് മെഡിക്കൽ സർവീസൊക്കെ ഉള്ള ഒരൈറ്റം, ഈ ഫാർമസിയിലൊക്കെ ചില ഐറ്റംസ് 15%, ചില ഐറ്റം എക്സെപ്ഷൻ ഉണ്ടാവും. അപ്പം അത്
അത് കൊടുക്കാൻ വേണ്ടി മൾട്ടിപ്പിൾ ഐറ്റത്തിന് മൾട്ടിപ്പിൾ ആണെങ്കിൽ സാധാരണ ഇതിൽ അതിൻ്റെ ആവശ്യമുണ്ടല്ല. സാധാരണ ഇതിൽ എല്ലാം 50% ആയിരിക്കും. അല്ലെങ്കിൽ ഇതിൽ എന്ത് ചെയ്യുക, ഇതിൽ ഐറ്റം ടാക്സ് ടെംപ്ലേറ്റിൽ പല റീസൺ കോഡും പല ഇതുള്ള ഇത് ചെയ്യാം. ഓക്കെ, സോ ഇത് ഓക്കെ, നമുക്കൊരു ഇൻവോയ്സ് സബ്മിറ്റ് ചെയ്യാം. ഇൻവോയ്സ് സബ്മിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2 ടൈപ്പ് ഇൻവോയ്സ് ഉണ്ട്. ഒന്ന് പോയിന്റ് ഓഫ് സെയിലിലൂടെ വരുന്ന B2C ഇൻവോയ്സ്, മറ്റേത് B2B ഇൻവോയ്സ്. പക്ഷേ പോയിന്റ് ഓഫ് സെയിലിലൂടെ വരുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ ഓട്ടോമാറ്റിക്കലായി സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ QR കോഡ് ഓട്ടോമാറ്റിക്കലായിട്ട് പ്രിൻ്റ് ആയിക്കോളും. മറ്റേത് നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്യാണ് അങ്ങനത്തെ കേസ് വരുന്ന സമയത്ത് നമ്മുടെ ബിസിനസ് ടു ബിസിനസ് കസ്റ്റമേഴ്സിന് വരുമ്പോൾ നമ്മൾ ആ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കും. എന്നിട്ട് അവരുടെ ഐറ്റം ഡീറ്റെയിൽസ് എന്തൊക്കെ ആയിട്ടാണ് സെയിൽ ചെയ്യുന്നത് ആ ഡീറ്റെയിൽസ് ഞാൻ വേറെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻവോയ്സ് എടുക്കാൻ കാരണം എനിക്കത് മൊത്തം ടൈപ്പ് ചെയ്യാനുള്ള മടിയുണ്ടാണ്. ഇതിൽ ഒരു ഇൻവോയ്സ് കൊടുത്ത് ഇതിൽ 15% ടാക്സ് ഉണ്ട്. പിന്നെ ഓരോ ഐറ്റത്തിന് സെപ്പറേറ്റ് ടാക്സ് ഉണ്ട്. അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ ഇതിനു മുമ്പ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ്. എന്നിട്ട് ഇതിൽ ഞാൻ ജസ്റ്റ് ഈ ഇൻവോയ്സ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സെയിം കസ്റ്റമർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് സേവ് ചെയ്തിട്ട് എന്നിട്ട് ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഈ ഇൻവോയ്സ് ഇത് ടൈപ്പ് ചെയ്താണെന്ന് വിചാരിച്ചാൽ മതി. എന്നിട്ട് ഞാൻ ഇവിടെ സബ്മിറ്റ് ചെയ്യാണ്. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സാറ്റ്കയിലേക്ക് ഡയറക്റ്റ് പോകുന്നത്. ഓക്കെ, അത് ചെറിയൊരു ഒരു ഡിലേ ഉണ്ടാവും. ഡിലേ അല്ല, ഒരു 3 സെക്കൻഡ് 4 സെക്കൻഡ് എടുക്കും അത് ഇൻവോയ്സ്. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ തിരക്കുള്ള കൗണ്ടറുകളിൽ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സബ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഈ സാറ്റ്കയുടെ മെസ്സേജാണിത്. ഞാൻ നേരത്തെ പറഞ്ഞു സാറ്റ്കയിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് ഞങ്ങൾ ഡയറക്റ്റ് ഇതിലേക്ക് പ്രോംപ്റ്റ് ചെയ്യും. കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഇത് ഇവിടെ സക്സസ് എന്ന് കാണിക്കും. ഈ സക്സസ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് ഓക്കെയാണ്, ഒന്നും ചെയ്യണ്ട. ചില സമയത്ത് ഈ ഒരു സ്റ്റാറ്റസ് കോഡുണ്ട്. ഈ സ്റ്റാറ്റസ് കോഡ് എന്ന് പറഞ്ഞാൽ 200 ആണ് ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ സ്റ്റാറ്റസ് കോഡ് 200 ഉണ്ടാവും. അത് പെർഫെക്റ്റ് ആണ്. നിങ്ങൾ ഇൻവോയ്സ് 202 ഓക്കെ വിത്ത് വാർണിംഗ് എന്നായിരിക്കും. ഈ 2 കേസിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. അത് ഓൾറെഡി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ചില സമയത്ത് 400, 401, 500, 110 ഇങ്ങനെ പറഞ്ഞിട്ട് പല കോഡുകളുണ്ട്. ഇതൊക്കെ ഒന്നുകിൽ റിജക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കണക്ഷനിൽ വല്ല പ്രശ്നം ഉണ്ടാവും. അങ്ങനെ പല കേസുകളുണ്ടാവും. അപ്പോൾ ഈ റിട്ടേൺ വരുന്ന ഇത് നോക്കണം. അപ്പോൾ ഇതിൽ 200 202 ആണെങ്കിൽ അത് ഓക്കെയാണ്, അതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ QR കോഡ് ഇവിടെ ഒരു XML ഉണ്ടാവും. ഈ XML നമ്മൾ കീപ്പ് ചെയ്യണമെന്നാണ് സാറ്റ്കയുടെ റൂള്. ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവും അത്. പക്ഷേ അത് നിങ്ങൾക്ക് സാധാരണ ആവശ്യമുള്ളൊരു സംഗതിയല്ല. പക്ഷേ അത് നിങ്ങൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് സാറ്റ്കയുടെ ഇൻസ്ട്രക്ഷൻ. അത് നിങ്ങൾ ഇപ്പോൾ ഒരു 5 10 കൊല്ലോ 20 കൊല്ലോ ഇതിൻ്റെ ബാക്കപ്പ് എടുത്തിട്ട് നിങ്ങൾ സൂക്ഷിക്കണം. അത് ലീഗൽ റൂളാണ്. പിന്നെ ഇതിലൊരു QR കോഡ് ഉണ്ടാവും. ആ QR കോഡ് ഒരു മിനിറ്റ് ഓക്കെ. ഇതിൽ ഒരു QR കോഡ് ഇതിൽ വരും. ഈ QR കോഡ് സ്കാൻ ചെയ്താൽ ആ കസ്റ്റമറുടെ ഇൻവോയ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഈ QR കോഡ് സ്കാൻ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ മൊബൈലിൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഈ പർട്ടിക്കുലർ ഇത് സാറ്റ്ക ഒഫീഷ്യൽ ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ തന്നെ ഡൗൺലോഡ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ പല തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ കിട്ടാറുണ്ട്. പക്ഷേ അത് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടാവില്ല അത് കറക്റ്റ് തന്നെയാണോ എന്ന്. സാറ്റ്കയിലേക്ക് ഈ ഒരു സിമ്പിളുള്ള ആപ്പ് തന്നെ ഡൗൺലോഡ് ചെയ്യണം. ഈ സിമ്പിൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ ലോഗിൻ ഒരു പാസ്വേഡ് ഇതിൽ കാണിക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇതിൻ്റെ അടിയിൽ ഇവിടെ ഹോം അടിച്ചതിന് ശേഷം ഇവിടെ ഹോം അടിച്ചതിന് ശേഷം അതിലൊരു ബട്ടൺ ഉണ്ട്, വാറ്റ് വെരിഫിക്കേഷൻ സംതിങ് ലൈക്ക് ദാറ്റ്. എൻ്റെ മൊബൈലിലുണ്ട്, പക്ഷേ എനിക്കതിപ്പോൾ കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ്. വാറ്റ് വെരിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ കിട്ടും എന്ന് പറഞ്ഞാൽ ഈ കറക്റ്റ് ടാക്സ് ഇൻവോയ്സ്
ഇതേപോലത്തെ ഒരു ഇതാണ് കിട്ടുക, ടാക്സ് ഇൻവോയ്സ്. അതിൻ്റെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഇതിൽ നിങ്ങളുടെ വാറ്റ് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും. പിന്നെ ഇതിൽ കമ്പനിയുടെ പേരുണ്ടാവും. കമ്പനിയുടെ പേര് ഞാനിത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് പിന്നെ ഇതിൽ കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് എന്ന് തന്നെ ഉണ്ടാവും. ഇവിടെ ഒരു ടിക്ക് മാർക്ക് ഉണ്ടാവും. ഇങ്ങനെ ഒരു സാറ്റ്കയുടെ ഓത്തറൈസ്ഡ് മൊബൈൽ ആപ്പിൽ ഇതുപോലത്തെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാം പെർഫെക്റ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രൊഡക്ഷൻ മോഡിലാണ്, സിമുലേഷൻ മോഡിലാണെങ്കിൽ ഇത് കിട്ടും, പ്രൊഡക്ഷൻ മോഡിലാണെങ്കിൽ കിട്ടും. ഞാൻ അതിൻ്റെ വ്യത്യാസം ഞാൻ തുടക്കത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് രണ്ടിലും ഇത് കിട്ടും. പക്ഷേ നിങ്ങൾ പ്രൊഡക്ഷൻ മോഡിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാ സബ്മിഷനും ഇതിൽ കറക്റ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, പിന്നെ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ പിന്നെ ഇത് ഇൻവോയ്സിൽ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾ പ്രിൻറ്റിങ്ങിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ടാവും. ആ ഫോർമാറ്റിൽ സെറ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ഞങ്ങൾ വേറൊരു വീഡിയോ ഉണ്ട്. അത് ഇതിൽ സ്റ്റാൻഡേർഡ് പ്രിൻറ്റ് ഫോർമാറ്റ് ഉണ്ട്. ആ പ്രിൻറ്റ് ഫോർമാറ്റ് തന്നെ ഉപയോഗിക്കാം. പക്ഷേ അതിൻ്റെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ മാറ്റാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സ്വന്തം പ്രിൻറ്റ് ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻവോയ്സിൻ്റെ സൈഡിൽ ഇങ്ങനെ സാറ്റ്ക ക്ലിയർഡ് തന്നിട്ടുണ്ടാവും. ഇതില്ലാത്ത ഇൻവോയ്സ് ഇപ്പം വേറെ ചില ഇൻവോയ്സുകൾ ഞാൻ വേറെ ഇതിനു മുമ്പ് ചെയ്ത് അപ്പം ഓക്കെ, ഇത് ചെയ്യാത്ത എന്താണെങ്കിൽ ഇവിടെ സാറ്റ്ക ഫേസ് ടു എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ വരും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇൻവോയ്സ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഇവിടെ സാറ്റ്ക ക്ലിയർഡ് എന്ന് പറഞ്ഞിട്ട് പച്ച നിറത്തിലുണ്ടാവില്ല. ഒന്നുകിൽ റെഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഓറഞ്ച് ആയിരിക്കും. ആ സമയത്ത് ഇവിടെ വേറൊരു ബട്ടൺ ഉണ്ടാവും, സബ്മിറ്റ് അഗെയിൻ എന്ന് പറഞ്ഞിട്ട്. അത് വെച്ചിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. പിന്നെ ഇതിലുള്ളത് ഓക്കെ, ഇതിൽ വേറൊരു ഫീച്ചർ എന്താ വെച്ചാൽ നിങ്ങൾ പിന്നെ പ്രിൻ്റ് അല്ലാതെ ഷെയർ ചെയ്യാം. ഇതിൽ സെൻഡ് PDF ത്രൂ വാട്സപ്പിൽ ഷെയർ ചെയ്യാം. ഇതിൻ്റെ കറക്റ്റ് ലെറ്റർ ഹെഡ് എടുത്തിട്ട് ഇതിൽ പിന്നെ നിങ്ങളുടെ വാട്സപ്പിൻ്റെ ആ ഒരു മെസ്സേജ് ഇതിലുണ്ടെങ്കിൽ അത് ജസ്റ്റ് വാട്സപ്പിലൂടെ അവർക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അത് ഒരു ആഡഡ് ഫീച്ചറാണ്. PDF അല്ലെങ്കിൽ ഇവിടെ ഇവിടെ ഇത് ക്രിയേറ്റ് ചെയ്യാം പ്രിൻറ്റ് ഇതിൽ. കാരണം ഇതിൻ്റെ സാറ്റ്ക നിങ്ങളെ ഇലക്ട്രോണിക് ഇൻവോയ്സിങ്ങിൻ്റെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ പ്രിൻറ്റ് ചെയ്തിട്ട് കൊടുക്കുക കസ്റ്റമർക്ക്. അത് ക്രമേണ ഔട്ട്ഡേറ്റഡ് ആവും. കാരണം ഇനി എല്ലാവരും ഇലക്ട്രോണിക്കിലാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഒന്നെങ്കിൽ ഇമെയിൽ, അല്ലെങ്കിൽ വാട്സപ്പിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡിലാണ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പം ആ സമയത്ത് ഏത് ഫോർമാറ്റ് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് സാറ്റ്കയുടെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ പേര് PDF A3 എന്നാണ്. ആ PDF A3 വെച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. സാധാരണ PDF പറ്റില്ല, PDF A3 ആയിരിക്കണം. കാരണം അതിൽ XML എംബെഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഫോർമാറ്റ് ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷേ അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ അതിൽ XML എംബെഡഡ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. XML QR കോഡൊക്കെ എംബെഡഡ് ആയിരിക്കും. അപ്പോൾ PDF A3 ജനറേറ്റ് ചെയ്തിട്ടാണ് അവർക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഇത് അയക്കുക. ഓക്കെ, സോ ഇതിൽ വേറെ ഓക്കെ, നിങ്ങൾ ഇത് അയച്ചു കഴിഞ്ഞാൽ ഈ സാറ്റ്കയുടെ പോർട്ടലിൽ ഇതിനു മുമ്പേ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പേജ് അവർ ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുക. പക്ഷേ അത് പിന്നെയും വരും. അപ്പോൾ നിങ്ങൾ എത്ര ഇൻവോയ്സ് അയച്ചെന്നുള്ളത് അതിൽ ആ ഒരു സാറ്റ്കയുടെ ഇതിൽ അത് കാണാൻ പറ്റും. വേറെ ഇപ്പം ഇതിൽ എന്താ ഓക്കെ, സോ അത്രയാണുള്ളത്. പിന്നെ ഇതിൻ്റെ റിപ്പോർട്ട്സ് ഉണ്ടാവും. നിങ്ങളുടെ സാറ്റ്ക ഇതിൽ പോയാൽ നിങ്ങളുടെ മൊത്തം റിപ്പോർട്ട്സ് അതിലുണ്ടാവും. എത്ര ഇൻവോയ്സ് സബ്മിറ്റ് ചെയ്തു, നമ്മളിപ്പോൾ ഡെമോൺസ്ട്രേഷൻ സമയത്ത് എത്ര എണ്ണം ക്ലിയർഡായി, എത്ര എണ്ണം ക്ലിയർഡ് അല്ലാതെ മിസ്റ്റേക്ക് ഉണ്ട്, എത്ര വാർണിംഗ് ഉണ്ട്, എത്ര റിപ്പോർട്ടഡ് ഉണ്ട്. ഇത് അറിയാതെ റിപ്പോർട്ടഡ് എന്ന് പറഞ്ഞാൽ B2C ആയിരിക്കും, ക്ലിയർഡ് എന്ന് പറഞ്ഞാൽ B2B ആയിരിക്കും. അത് വെച്ചാൽ B2B കസ്റ്റമേഴ്സിൻ്റെതൊക്കെ ക്ലിയർഡ് എന്നാണ് പറയുക. B2C കസ്റ്റമേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് സെയിൽ കസ്റ്റമേഴ്സിൻ്റെ റിപ്പോർട്ടഡ് എന്നാണ് പറയുക. പിന്നെ വാർണിങ്ങിൽ എത്ര എണ്ണം ക്ലിയർഡായി, ഫെയിൽഡ് എത്ര, ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നിന് വാർണിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ ഇതിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇതിൽ മോർ ഇൻഫോ എന്നുള്ള ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ സാറ്റ്കയുടെ റെസ്പോൺസും അതിൻ്റെ XMLഉം അതിൻ്റെ QR കോഡും മൊത്തം ഞങ്ങൾ ഇതിൽ ഈ ഒരു ഫീൽഡിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഭാവിയിൽ എന്തെങ്കിലും റെഫറൻസിന് ആവശ്യമുണ്ടെങ്കിൽ, കാരണം
ഏറ്റവും കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എല്ലാ സാധനങ്ങളും ഇതിൽ തന്നെ ഉണ്ടാവും. നമ്മളിപ്പം വേറൊരു സെർവറിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ മാറ്റുകയാണ്, അല്ലെങ്കിൽ സാർക്കയുടെ ഭാവിയിൽ എന്തെങ്കിലും ഒരു റെഫറൻസിന് എന്തെങ്കിലും വേണമെങ്കിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ ഞങ്ങൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. XML സ്റ്റോർ ചെയ്യുന്നുണ്ട്, PDF A3 സ്റ്റോർ ചെയ്യുന്നുണ്ട്, QR കോഡ് സ്റ്റോർ ചെയ്യുന്നുണ്ട്, ഒക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബാക്കപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനവും അതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ അതിൻ്റെ ഞാൻ പറഞ്ഞു വന്നത്, ഇതിൽ സാറ്റ്ക ഈ സാറ്റ്ക ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാഷ്ബോർഡിൽ എത്ര റിപ്പോർട്ടഡ് ഉണ്ട്, 740 റിപ്പോർട്ടഡ്. ആ റിപ്പോർട്ടഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിലുണ്ടാവും. പിന്നെ ക്ലിയർഡ് എത്ര എണ്ണമുണ്ട്, അതിൻ്റെ റിപ്പോർട്ട് ടോട്ടൽസും കാര്യങ്ങളും മറ്റ് ഗ്രാഫും ഒക്കെ ഉണ്ടാവും. പിന്നെ നോട്ട് സബ്മിറ്റഡ്, ഇന്ന് ഇതൊക്കെയാണ് ഇതുവരെ സബ്മിറ്റ് ചെയ്യാത്തതെന്നുള്ള ഡീറ്റെയിൽസ് ഇതൊക്കെ ഇതിലുണ്ടാവും. ഈ ഡാഷ്ബോർഡുണ്ട്, ഈ ഡാഷ്ബോർഡിൽ മൊത്തം ഉണ്ടാവും. പിന്നെ ഇതിൽ വേറെ ഇപ്പോൾ ഇതിൻ്റെ ഓൺബോർഡിങ് മറ്റ് ഇതിൻ്റെ റിപ്പോർട്ട്സ്, ഇതൊരു ഓപ്പൺ സോഴ്സ് സിസ്റ്റമാണ്. റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് റിപ്പോർട്ട്സ്, ഇപ്പോൾ അക്കൗണ്ടിങ് കാര്യങ്ങളും അതിൻ്റെ ടാക്സ് ഇൻഫർമേഷനൊക്കെ, ചാർട്ട് ഓഫ് അക്കൗണ്ടും അതൊക്കെ അത് വേറെ ഉണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഈ സാറ്റ്കയായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെ ഇത് ഓക്കെ, ഈ സിസ്റ്റത്തിലുള്ള വേറെ 1-2 ഫീച്ചേഴ്സ് പറയാമെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഷോപ്പിഫൈ, വൂകോമേഴ്സ്, ആമസോൺ, എൻഫീസ് ഈ ടൈപ്പ് എല്ലാ ഇൻറ്റഗ്രേഷനും, പിന്നെ മൾട്ടി കറൻസി ഉണ്ടാവും. കാരണം ഇതിൽ നിങ്ങൾ ഡോളറിലാണ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഇൻവോയ്സിൽ സെയിൽസ് ഇൻവോയ്സ് ഡോളറിലോ റിയാലിലോ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇവിടെ ഈ ഇൻവോയ്സ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ ഇതിൽ ഒരു എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കേസാണെങ്കിൽ അതിൽ കറൻസി USDയോ അല്ലെങ്കിൽ ബഹ്റൈൻ ദിനാറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കറൻസി കൊടുത്താൽ ആ ഒരു പർട്ടിക്കുലർ കറൻസിയിൽ നമുക്ക് ഇതിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. സാറ്റ്ക അത് അലോ ചെയ്തിട്ട് സാറ്റ്കയുടെ അതിൻ്റെ ഫുൾ റെഗുലേഷൻസ് വെച്ചിട്ടാണ് നമ്മളിൽ ചെയ്യുന്നത്. അപ്പോൾ എക്സ്പോർട്ട്, ഇമ്പോർട്ട്, അല്ലെങ്കിൽ നോമിനൽ ഇൻവോയ്സ്, സർവീസ് ഇൻവോയ്സ്, പിന്നെ ഡിസ്കൗണ്ട്സ് മാനേജ് ചെയ്യുന്നത്, എക്സംഷൻസ് മാനേജ് ചെയ്യുന്നത്, മെഡിക്കൽ മാനേജ് ചെയ്യുന്നത്, പിന്നെ എല്ലാ ടൈപ്പ് ഇൻറ്റഗ്രേഷനും, പിന്നെ അതിൻ്റെ PDF A3 ക്രിയേറ്റ് ചെയ്യുന്നതും ഇലക്ട്രോണിക്കലി ട്രാൻസ്ഫർ ചെയ്യുന്നതും. ഇങ്ങനെ സാറ്റ്കയുടെ ഓരോ മാസം വരുന്ന അപ്ഡേറ്റ് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോ ഇൻഫാക്റ്റ് നമ്മൾ എല്ലാ ആഴ്ചയും ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതെപ്പോഴും ലേറ്റസ്റ്റ് ആയിരിക്കും. അപ്പം സാറ്റ്കയുടെ വരുന്ന ഓരോ ചേഞ്ചും അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിലുണ്ടാവും. അപ്പോൾ ഒരു സ്മോൾ ബിസിനസ് ഓണർ അല്ലെങ്കിൽ ഒരു മീഡിയം ബിസിനസ് ഓണർ എന്നുള്ള ആൾക്ക് നിങ്ങളുടെ മൊത്തം സിസ്റ്റം ലീഗലി കോംപ്ലൈൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിസ്റ്റം മതിയാണ് നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതിൽ ഈ Cloudion.com എന്ന് പറഞ്ഞ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സെർവർ ബിൽഡ് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് ഓൾറെഡി വേറൊരു സിസ്റ്റം ഉണ്ട്, അതിൽ നിങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണോ, അല്ലെങ്കിൽ വേറൊരു സിസ്റ്റമായിട്ട് ഇൻറ്റഗ്രേറ്റ് ആണ്, ഈ ഡീറ്റെയിൽസ് ഇങ്ങനത്തെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസ്കൗണ്ട് കോഡ്, ഒരു കൂപ്പൺ ഞങ്ങൾ തരാം. നിങ്ങൾ 3 മാസം അല്ലെങ്കിൽ 1 മാസം, 2 മാസം, 3 മാസം എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അതിൻ്റെ കൂപ്പൺ കോഡ് തരാം. ആ കൂപ്പൺ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എൻറോൾ ചെയ്യുക, സെർവർ ബിൽഡ് ചെയ്യുക. അതിനുശേഷം ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ തന്നെ ഹെൽപ്പ് ചെയ്തിട്ട് നിങ്ങളെ അത് ഓൺബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലോഡിയോൺ ഹോസ്റ്റിങ്ങിനെ പറ്റി 3-4 പോയിൻ്റ് ഈ കൂട്ടത്തിൽ പറയുകയാണ്. ക്ലോഡിയോൺ ERP നെക്സ്റ്റ് ഹോസ്റ്റിംഗ് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഹോസ്റ്റിംഗ് കമ്പനിയാണ്. ERP നെക്സ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞു. ERP നെക്സ്റ്റ് മോസ്റ്റ് പോപ്പുലർ ഓപ്പൺ സോഴ്സ് ERP ആണ്. അപ്പോൾ അത് ഇനി ഫ്യൂച്ചറിൽ ഒരുപാട്, ഇപ്പം തന്നെ മിക്കവാറും പുതിയ ഇംപ്ലിമെൻറ്റേഷൻ മുഴുവൻ ERP നെക്സ്റ്റ് ആണ്. അപ്പോൾ ERP നെക്സ്റ്റ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ഹോസ്റ്റിംഗ് സർവീസാണ് ക്ലോഡിയോൺ. നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത് ജിദ്ദ, റിയാദ് എന്നീ സ്ഥലങ്ങളിലാണ്. ഈ ഹോസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത് OCI അഥവാ ഒറാക്കിൾ ക്ലൗഡിലാണ്. ഇതിൽ നമ്മൾ റൂട്ട് ആക്സസ് ഓരോ ക്ലയൻറ്റിനും കൊടുക്കും. ഈ റൂട്ട് ആക്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോഗ്രാമേഴ്സോ അല്ലെങ്കിൽ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾക്കറിയാം, അതിൻ്റെ കംപ്ലീറ്റ് കൺട്രോളാണ്. ഞങ്ങൾ അതിൻ്റെ കൺട്രോൾ വെക്കില്ല. നിങ്ങൾക്ക് തന്നെ അതിൻ്റെ മുഴുവൻ കൺട്രോൾ തരും.
സോഴ്സ് കോഡ് മുഴുവൻ ക്ലയൻസുമായിട്ട് ഷെയർ ചെയ്യും. ഇൻ്റഗ്രേഷൻ, കസ്റ്റമൈസേഷൻ, ഇതിൻ്റെയൊക്കെ സോഴ്സ് കോഡ് നമ്മൾ ക്ലയൻസിന് കൊടുക്കും. നിങ്ങൾക്ക് തന്നെ ബാക്കപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾ ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാം. ഈ സെർവർ ഏത് അവസരത്തിൽ വേണമെങ്കിലും വേറെ നിങ്ങളുടെ സ്വന്തം ഓൺ നിങ്ങൾക്ക് സെർവറിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ വേറെ ഹോസ്റ്റിംഗ് കമ്പനിയിലേക്ക് മൂവ് ചെയ്യാം. പിന്നെ നമ്മൾ വേറൊരു ഒരു സ്പെഷ്യലായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ മൊബൈൽ ആപ്പ് ഡെവലപ്പേഴ്സ് ഇതൊരു ബാക്ക് ആയിട്ട് യൂസ് ചെയ്തിട്ട് മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കും. അതിനുള്ള സോഫ്റ്റ്വെയർ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് അതിൻ്റെ നിങ്ങളുടെ സെയിൽസിൻ്റെ ആയാലും CRMൻ്റെ ആയാലും എന്തായാലും, അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 90% ഓഫ് ഡെവലപ്മെൻറ്റ് ടൈം ഇതിൽ കുറക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ്. ERP നെക്സ്റ്റ് ഫ്രാപ്പ ബാക്കെൻഡാണ്. ആ ബാക്കെൻഡിലെല്ലാ സൗദിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ സിസ്റ്റത്തിൻ്റെ ഇൻറ്റഗ്രേഷൻ ഞങ്ങൾ തരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആമസോണിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, WooCommerce പറ്റും. പിന്നെ അതുപോലെ ഈ സെയിൽസ് പോർട്ടലൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വാട്സാപ്പ്, SMS, പിന്നെ കോൾ സെൻറ്റർ, ഇതിൻ്റെയൊക്കെ ഇൻറ്റഗ്രേഷൻ അതിൻ്റെ കൂടെ വരും. പിന്നെ റാറ്റ്ക ഇൻറ്റഗ്രേഷൻ വരും. പിന്നെ മറ്റ് ഇൻഷുറൻസ്, പിന്നെ HRMS മോഡ്യൂൾ ഉണ്ട്. അത് സ്പെഷ്യലാണ്. HRMS മോഡ്യൂൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പേറോള് ആ കാര്യങ്ങളൊക്കെ കിട്ടുന്ന എല്ലാ സംവിധാനം അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു ഫുൾ ERP പാക്കേജിൻ്റെ ഒരു ഹോസ്റ്റിംഗ് ആണ് Cloudion.com തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സൈറ്റ് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനു മുമ്പേ ഞാൻ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അല്ലെങ്കിൽ ഈ ഇമെയിലിലേക്ക് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഹോസ്റ്റിങ്ങിൻ്റെ ബാക്കി ഹെൽപ്പ് ഞങ്ങൾ ചെയ്തു തരും. നിങ്ങൾ ഡയറക്റ്റ് ഓൺബോർഡ് ചെയ്യണമെന്നില്ല. ഞങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഡിസ്കൗണ്ട് കൂപ്പൺ വേണമെങ്കിൽ ഞങ്ങളുടെ ഈ ഇമെയിൽ അഡ്രസ്സിലേക്കോ വാട്സപ്പിലേക്കോ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഒന്നുകൂടി തരാം. ഇതിൽ ഞങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഈ വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഈ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ തന്നെ നിങ്ങളുടെ ഇതിൽ എൻറോൾ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ. സോ അല്ലെങ്കിൽ ഞങ്ങളുടെ പോർട്ടലിൻ്റെ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, Cloudion.com. ഇതിൽ കയറിയിട്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് സെർവർ ബിൽഡ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്. അത്രയേ ഉള്ളൂ. ഇനി ഞങ്ങൾ മറ്റ് വീഡിയോകൾ ആ സോഫ്റ്റ്വെയർ എങ്ങനെ മാനേജ് ചെയ്യണം, അതിൻ്റെ ചാർട്ട് ഓഫ് അക്കൗണ്ട് എങ്ങനെ ചെയ്യണം, അതിൻ്റെ ഇൻവോയ്സ് എങ്ങനെ ചെയ്യണം, പർച്ചേസ് എങ്ങനെ ചെയ്യണം, മൾട്ടി കറൻസി എങ്ങനെ മാനേജ് ചെയ്യണം, ഈ വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഇപ്പം താങ്ക്സ് ഫോർ ജോയിനിങ് അസ്. ഏകദേശം 1 മണിക്കൂറായെന്ന് തോന്നുന്നു. താങ്ക് യു. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഈ ഇമെയിൽ അഡ്രസ്സിലോ വാട്സപ്പിലേക്കോ അയച്ചാൽ മതി. താങ്ക് യു.